മാമിനെ കണ്ടിട്ട് ഒത്തിരി ദിവസമായി. നിങ്ങളെ പിന്നെ കാണാറില്ലല്ലോ, വീഡിയോ ഓൺ ചെയ്യണത് വളരെ കുറച്ച് പേരല്ലേ. ഞാനേ പേപ്പറിന്റെ പ്രിപ്പറേഷൻ വരുമ്പോഴേക്ക് എനിക്ക് എന്റെ റിലേ പോകും. അപ്പൊ ആകെ പ്രശ്നമാവും. ആരെക്കൊണ്ടെങ്കിലൊക്കെ ക്ലാസ് അങ്ങ് എടുപ്പിക്കും. Okay, we can start. Who is going to do prayer? Good morning, ma'am. I am Sinu. I am from Ernakulam. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമിതളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീശ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചോടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീശ്വരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമിതളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഹൃദയരാഗതന്ത്രിമീട്ടി. താങ്ക് യു മാം. സൈനിങ് ഞാനാണ് മാം. ധന്യ ഫ്രം പാലക്കാട്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഓൾ. ഐ ആം ധന്യ ഫ്രം പാലക്കാട്. ഒരു കുട്ടി കവിതയാണ് കുഞ്ഞുണ്ണി മാസ്റ്റർ ചൊല്ലുന്നത്. ഓക്കെ മാം. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്ത് വാഴണം, നാമഘോഷമിന്നുമെണ്ടി നാവിലായി വന്നിടണം. നല്ല ചിന്തയികണം, മനസ്സ് ശുദ്ധമാകണം, നിത്യനായ ചിൽപ്രകാശ രൂപനീ വണങ്ങണം. പൊൻചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമൂർക്കണം, ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടട്ടെ ഞാൻ. Good morning, teacher. Good morning, my dear friends, and welcome to our learning community. Thank you, ma'am. Okay, network issue ഒന്നുമില്ലല്ലോ. ജസ്റ്റ് ലൈക്ക് എന്തോ എനിക്ക് സ്റ്റെക്കായി കേൾക്കുന്നുണ്ട് മാം. എനിക്ക് തന്നെ ആണോ എന്നുള്ളത് അറിയില്ല, ഇവിടത്തെ പ്രശ്നമാണോ എന്നുള്ള. പകുതി കേൾക്കുക പകുതി പോവുക, അങ്ങനെയാണ്. എനിക്കും ഉണ്ട് മാം അങ്ങനത്തെ ഒരു പ്രശ്നം. അതും ഇവിടത്തെ പ്രശ്നമാണോന്ന് അറിയില്ല. പറയുന്നത് വേറെ ആയിട്ടാണ് തീരുന്നത്. സൗണ്ടും വരുന്നും രണ്ടായിട്ടാണ് തീരുന്നത്. അപ്പൊ ഇവര് ധന്യ ചേച്ചി പാടി ലാഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ മേ ബി മെജോറിറ്റി ആൾക്കാർക്ക് ഓക്കെ എന്ന് പറയുന്നുണ്ട്, നോ പ്രോബ്ലം പറയുന്നുണ്ട്. സോ നമ്മളുടെ ഇരിക്കുന്ന ഭാഗത്ത് എവിടെയെങ്കിലൊക്കെ ഒന്ന് മാറി. ചിലപ്പോ എനിക്കിവിടെ വൈഫൈ കട്ടാകാം, എന്താന്ന് അറിയില്ല. അതും ലൈറ്റ് ഇങ്ങനെ മിന്നി മിന്നി കളിക്കുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോ സ്റ്റേബിൾ ആയിരിക്കില്ല. യെസ്. ഓക്കെ ഫൈൻ. മാം എക്കോ വരുന്നുണ്ടല്ലോ. അത് മ്യൂട്ട് ആവാത്തതാ, കുറെ പേരുടെ ഓൺ ആയതുകൊണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? മാം സൈൻ ഇൻ ഉണ്ട്.
Hi, ma'am. Good morning. Hi, friends. I am Reshma from Trivandrum. Quote of the day: the art of teaching is the art of assisting discovery. Mark Van Doren. Thank you, ma'am. ഇത് സൈനിങ് ആയിരുന്നു, തോട്ട് ഓഫ് ദി ഡേ ആയിരുന്നു. Sorry. ഞാൻ രേഷ്മയെ Thought of the പിന്നെ day ആണ്. ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പൊ നോക്കുമ്പോ വീഡിയോ ഓൺ ആവുന്നില്ല. ഞാൻ അങ്ങനെ ഓക്കെ. സോ വൺസ് അഗെയിൻ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. ആക്ച്വലി മിക്കപ്പോഴും നിങ്ങളുടെ ക്ലാസ് ആയിരിക്കും എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോ അങ്ങനെ മാറ്റുന്നത് അല്ലെ. സോ ഐ നീഡ് യുവർ ഹെൽപ്പ്. വേറൊന്നുമല്ല, കുറച്ചൊരു ഡേറ്റാസ് വേണ്ടിയിട്ടാ. വേറെ നമ്മൾ എവിടെയായി, ഏത് ലെസൺസ് ഞാൻ എടുത്തു, എത്ര അസൈൻമെന്റ് ഞാൻ തന്നു, റെക്കോർഡ് ഡീറ്റെയിൽസ് എവിടെ വരെയായി, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. പ്ലീസ് ഹെൽപ്പ് മീ. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെമിനാർ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാരും പ്രസന്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഓ, ന്യൂട്രീഷൻ അല്ലെ? വിഷയം അതെ. ഒരു അസൈൻമെന്റ് ആണ് ഇപ്പൊ നമ്മൾ തന്നിട്ടുള്ളത്. ബേസിക്കലി ഒരു അസൈൻമെന്റ് തന്നിട്ടുള്ളൂ ഞാൻ. ന്യൂട്രീഷന്റെ സെയിം വൺ ആൻഡ് യു പീപ്പിൾ ആർ പ്രസന്റിംഗ് ഇൻ ദ സെമിനാർ. ഓക്കെ, ഫൈൻ. യൂണിറ്റ് സൈക്കോളജി ആണോ എടുത്തത്? സൈക്കോളജി കംപ്ലീറ്റ് ചെയ്തോ? ഇല്ല. ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജി എന്ന് പറഞ്ഞ ടോപ്പിക് പിന്നെ മാം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സോ റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസ് എത്ര റെക്കോർഡ് തന്നു? കറക്ഷൻ ബുക്ക് മാത്രം നമ്മൾ ഫസ്റ്റ് വീക്കിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എങ്ങനെയുണ്ട് നിങ്ങളുടെ റെക്കോർഡ് റൈറ്റിംഗ്? കംപ്ലീറ്റ് ആവാറായോ? കഴിഞ്ഞു. ഞാൻ കംപ്ലീറ്റ് ആയിട്ടില്ല. നോ പ്രോബ്ലം. ഓക്കെ, ഞാൻ കാര്യം പറയാന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ബാച്ച് ആണ്? നിങ്ങൾ ശരിക്കും ജോയിൻ ആയത് ഒക്ടോബർ അല്ലേ? ജോയിൻ ചെയ്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഒക്ടോബർ ബാച്ച് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കോഴ്സ് തീരേണ്ടത് 10 months കോഴ്സ് തീർന്ന് ബാക്കി 2 months എക്സാംസ്, വൈവ, പ്രാക്ടിക്കൽ സെഷൻ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് പോകും. അപ്പൊ നമുക്ക് 10 months തീരണം എന്ന് പറയുമ്പോൾ നമ്മളുടെ കോഴ്സ് ഓഗസ്റ്റ് തീരണം, റൈറ്റ്? അതെ മാം. ഓഗസ്റ്റിൽ തീരുമ്പോഴേക്കും എന്തൊക്കെ കംപ്ലീറ്റ് ആവണം? അതായത് ഡിപ്ലോമയുടെ കുറച്ച് കഴിയുമ്പോൾ PG മൈൻഡ് പാരലായിട്ട് വരും. അപ്പൊ ഡിപ്ലോമയുടെ സബ്ജക്റ്റും PGയുടെ സബ്ജക്ട്സും കൂടെ കംപ്ലീറ്റ് ആവണം. നിങ്ങൾക്ക് സബ്ജക്റ്റിന്റെ സ്പ്ലിറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ? കിട്ടിയിട്ടുണ്ട്. വന്നിട്ടുണ്ട്, ക്ലാസ് റൂമിൽ വന്നിട്ടുണ്ട്. ഡിപ്ലോമയ്ക്ക് എത്ര സബ്ജക്ട്സ് ഉണ്ട്? 7 subjects, റൈറ്റ്? ഇംഗ്ലീഷ്. അതായത് മോഡ്യൂൾ 1 ആണ് 6 subjects ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മോഡ്യൂൾ 2 ഇംഗ്ലീഷ് ഒറ്റ സബ്ജക്ട്. ഓക്കെ, ഇനി PGക്ക് 2 മോഡ്യൂളാണ്. അത് 2 സബ്ജക്റ്റ് ആയിട്ട് തന്നെയായിട്ടാണ് PGക്ക് വരുന്നത്. പിന്നെ നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷനും കണ്ടിട്ടുണ്ടാകും. ഡിപ്ലോമയ്ക്ക് 5 പ്രാക്ടിക്കൽസ് വരുമ്പോൾ PGക്ക് ഒരെണ്ണം കൂടെ എക്സ്ട്രാ വരും. ഓക്കെ, നമുക്ക് PGയുടെ കാര്യം ഇപ്പൊ നമുക്ക് നോക്കണ്ട. ഡിപ്ലോമയുടെ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് ആ സബ്ജക്റ്റിന്റെ ഡിവിഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഓരോ സബ്ജക്റ്റിന്റെ മാക്സിമം മാർക്സ് കൊടുത്തിട്ടുണ്ട്. 100 ആണ് മാക്സിമം മാർക്സ്. നമുക്ക് എക്സാം നടക്കുക ഒരു സബ്ജക്റ്റിന് 50 questions ആയിരിക്കും. ആൻസറിന് 2 marks. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ശരി ബാക്കിയെല്ലാം തെറ്റെന്ന് എപ്പോഴും ആവണമെന്നില്ല. ഏറ്റവും ശരിയായത് ആപ്റ്റ് ആൻസർ. You will feel like all the answers are correct, but sometimes ഒരെണ്ണം കറക്റ്റ് ആയിരിക്കും, മറ്റൊന്നും അത് ഇൻകറക്റ്റ് ആയിരിക്കും. ബട്ട് സംടൈംസ് എല്ലാ ആൻസറും ശരിയായിരിക്കും, ബട്ട് അതിൽ ഏറ്റവും ശരി. അതാണ് MCQന്റെ ഒരു പ്രശ്നം വരുന്നത്. ഡിസ്ക്രിപ്റ്റീവ് പോലെയല്ല. MCQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. സോ അതുകൊണ്ട് ശ്രദ്ധിക്കണം. പിന്നെ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാൻ ചാൻസ് ഉള്ളത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മോക്ക് ടെസ്റ്റിനെ ചെയ്തിട്ടും ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളും നിങ്ങളുടെ ടെക്സ്റ്റും PDF ഉണ്ടല്ലോ. പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇപ്പം PDF അതേ വരി തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഇടാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ മോണ്ടിസോറി മെത്തേഡ് ആയിട്ടില്ല. എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ
മോണ്ടിസോറി മെത്തേഡ് ആയിട്ടില്ലെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പറയാം. ഫസ്റ്റ് സബ്ജക്റ്റില്, അതായത് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനിലെ നമ്മള് കുട്ടികൾക്ക് വരുന്ന അസുഖങ്ങളും അതിന്റെ പ്രിവെൻഷൻ, പ്രിക്വേഷൻസ് എല്ലാം പഠിച്ചു അല്ലെ? മേ ബി അത് എടുത്ത ആള് നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കുട്ടികൾക്ക് കൊടുക്കുന്ന ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് ഒരു അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ലായിരുന്നു മാം. നമ്മളത് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ഉണ്ടാക്കി അത് കളക്ട് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. Okay, whatever you know about that immunization chart, അതിന്റെ അപ്ഡേഷനും നിങ്ങൾക്കറിയാം. നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ട്, സ്വന്തം അല്ലെങ്കിൽ നമ്മൾ പല കുട്ടികൾക്ക് ഇമ്മ്യൂണൈസേഷൻ കൊടുത്തും ഒക്കെ നമുക്ക് അറിയാം അല്ലെ? അപ്പൊ അതുകൊണ്ട് അതിനെ റിലേറ്റ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. ബർത്ത് ടൈമിൽ തന്നെ കുട്ടിക്ക് കൊടുക്കുന്ന വാക്സിനേഷൻ, അതൊന്നും നമ്മളുടെ PDF ഇല്ല. ബട്ട് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, കാരണം ഓൾറെഡി നിങ്ങൾക്ക് അതറിയാം. അസൈൻമെന്റ് ആയിട്ടോ പ്രസന്റ് ചെയ്യാനോ ഒക്കെ ആയിട്ട് അതൊക്കെ ചെയ്തു. സോ അത് അയ്യോ സിലബസിൽ ഇല്ലല്ലോ എന്നൊരു ചോദ്യം ശരിയായിരിക്കുമോ? അത് നമ്മൾ റിലേറ്റ് ചെയ്താണ് പഠിക്കുന്നത്. റിലേറ്റീവ് സ്റ്റഡിയാണ് എന്ത് സബ്ജക്റ്റ്. മറിയ മോണ്ടിസോറി പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്ട് സ്റ്റഡിങ് അല്ല, ഒരു ടോപ്പിക്കിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇതിങ്ങനെ വൈഡാണ്. ഓരോരോ ബാച്ച് വരുമ്പോൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങളായിരിക്കും, ഡിപ്പെൻഡിങ് ഓൺ ദ ബാച്ച് പൊട്ടൻഷ്യൽ. ചില ബാച്ച് ഒക്കെ വളരെ സൈലന്റ് ആയിട്ട് പോകുമ്പോൾ അവിടെ ആ വൈഡ്നെസ് അതിനനുസരിച്ച് കുറവായിരിക്കും. ബട്ട് ഇപ്പൊ നിങ്ങളെ പോലുള്ള ഒരു ഹൈ പൊട്ടൻഷ്യൽ ബാച്ച് ഒക്കെ വരുമ്പോഴേക്കും അത് കൂടും, കാരണം നിങ്ങളും കുറെ കാര്യങ്ങൾ പറയും. സോ നെക്സ്റ്റ് ബാച്ച് വരുമ്പോൾ നിങ്ങൾ പറഞ്ഞത് അങ്ങനെ ഞാൻ കൊണ്ടുപോയി അടുത്ത ബാച്ചിന് കൊടുക്കും. സോ ദാറ്റ് മീൻസ് ഞാനും വളരണം നിങ്ങളും വളരണം, അതേ ഉള്ളൂ. അങ്ങനെ ഒരു റെസിപ്രോക്കൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് നടക്കുന്നത്. അല്ലാണ്ട് ഒരാളെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാനാണ് ലീഡർ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയുകയല്ല ചെയ്യുന്നത്. വി ഓൾ ടുഗദർ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോവുക. ഓക്കെ, അതുകൊണ്ട് ക്വസ്റ്റ്യൻ അങ്ങനെ വരുമ്പോ എന്ന് വെച്ചാൽ ഭയങ്കര ടഫ് ഒന്നും അല്ല കേട്ടോ. ഇതിപ്പോ നമുക്കറിയാം, കുഞ്ഞ് ജനിക്കുമ്പോ തന്നെ കൊടുക്കുന്ന വാക്സിനേഷൻ എന്താണെന്ന് നമുക്കറിയാം. പിന്നെ അതുപോലെ തന്നെ ചില അസുഖങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഏത് വാക്സിൻ ആണ് എടുക്കുന്നത് അങ്ങനെ ചോദിച്ചാലും, പിന്നെ പോളിയോ ആ അസുഖം എന്താന്ന് നമ്മൾക്കറിയാം. അപ്പൊ പാരലൈസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ഡിസീസ് ഏതാണ്. പിന്നെ ഫോർ എക്സാമ്പിൾ ഒരാൾ ഭയങ്കര ടയേർഡാണ്, അയാൾക്ക് എന്ത് ടൈപ്പ് ഫുഡാണ് കൊടുക്കുന്നത് അല്ലെ? ഈ നമുക്കറിയാം ലേബേഴ്സ് ഒക്കെ വഴിയിലൊക്കെ നല്ല വെയിലത്ത് നിന്ന് പണിയെടുക്കുന്നവർക്ക് ഉച്ചയ്ക്ക് വരുമ്പോഴേക്കും ഒരു പൈനാപ്പിൾ ജ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് അത് മതിയാവും. ആപ്പറ്റൈസർ എന്താ വേണ്ടതന്നെ, അയാൾക്ക് ഫില്ലാവണം, വിശപ്പ് മാറണം, ക്ഷീണം മാറണം. സോ അയാൾക്ക് നല്ല റിച്ച് ആയിട്ട് മീൽസ് തന്നെ കൊടുക്കണം അല്ലെ? നല്ല പോലെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ കപ്പ, കഞ്ഞി, പുഴുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു ഈ പണിക്കൊക്കെ വരുന്നത്. നല്ല മീൽസ്. ഇപ്പൊ നമുക്ക് ഓപ്ഷൻസ് ചിലപ്പോ കാണുന്നത് ചോക്ലേറ്റ്സോ അങ്ങനെ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് ആയിരിക്കും. മീൽസ് അതിനകത്ത് കാണുമായിരിക്കും. അതിനകത്ത് നമുക്ക് അതൊക്കെ നമ്മളുടെ ഒരു ജനറൽ അവയർനെസ് ആണല്ലേ. പിന്നെ പനി പിടിച്ചിരിക്കുന്ന ഒരാൾക്ക് എന്ത് ടൈപ്പ് ഫുഡ് കൊടുക്കണം? അയാളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടണം. പനി സമയമാകുമ്പോൾ ഇമ്മ്യൂണിറ്റി വല്ലാതെ കുറയും, ഇമ്മ്യൂണിറ്റി കൂട്ടണം. പ്രൊട്ടക്റ്റീവ് ഫുഡ്, വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ഫുഡ്. അപ്പൊ അങ്ങനെ ഒരു റിലേറ്റ് അങ്ങനെ അത്. പക്ഷെ എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെയൊന്നല്ല കേട്ടോ. നമ്മൾ അങ്ങനെ 1, 2, 3 ക്വസ്റ്റ്യൻ, അതായത് ഒരു 95% റിലേറ്റഡ് വിത്ത് PDF ആണെങ്കിൽ 5% ഇങ്ങനെ അതിലെ സബ്ജക്ട് റിലേറ്റഡ് നമ്മളുടെ ഒരു ജനറൽ അവയർനെസ് വരുന്ന രീതിയിൽ ചോദിക്കും. ഓക്കെ, ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലാസ്സിൽ കയറാത്തവരുണ്ട്. മേ ബി ഈ ഒരു ടൈം പറ്റാതെ വരുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ആയിരിക്കും. അവരൊക്കെ കുഴപ്പമില്ല, റെക്കോർഡ് ക്ലാസ് കാണുമായിരിക്കും അവര്. ഇത് രണ്ടും ചെയ്യാത്തവരാണ് സ്ട്രഗിൾ ചെയ്യുന്നത്. സോ അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. എവ്രി ഡേ ആ ക്ലാസ്സിൽ എന്താണ് നടന്നതെന്നുള്ളൊരു ബ്രീഫിംഗ് കൊടുക്കുവാണെങ്കിൽ ദാറ്റ് മീൻസ് ആ ബ്രീഫിങ്ങിൽ തന്നെ എല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ സമയം ഉണ്ടാവില്ല റെക്കോർഡ് ക്ലാസ് കാണാൻ. സോ ഓക്കെ, ദാറ്റ് ഇസ് ഇനഫ് ഫോർ ദം. ബട്ട് ആ ബ്രീഫിംഗ് കേൾക്കുമ്പോൾ റെക്കോർഡ് ക്ലാസ്സും കൂടെ കണ്ടാൽ എനിക്ക് കുറച്ചുകൂടെ മനസ്സിലാകും എന്ന് വിചാരിച്ച അവര് റെക്കോർഡ് ക്ലാസ് കാണും. അപ്പൊ അങ്ങനെ ഒരു കാര്യം യു പീപ്പിൾ ക്യാൻ ഡു. മോണ്ടിസോറി മെത്തേഡിലുള്ള ഒരു സംഭവമാണ് റെസിപ്രോക്കൽ ഹെൽപ്പ്. വി ആർ ഹെൽപ്പിംഗ് അതേഴ്സ് ആൻഡ് ദാറ്റ് വിൽ ഒരു റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് എപ്പോഴെങ്കിലൊക്കെ തിരിച്ചെടുക്കും. ഓക്കെ, നിങ്ങൾ ചെയ്യാറുണ്ടല്ലേ? ഓക്കെ, ദാറ്റ്സ് വെരി. അതെ, ഞാൻ ഇപ്പോഴാണ് ക്ലാസ് കയറാൻ തുടങ്ങിയത്. എനിക്ക് അതുകൊണ്ട് ഇതിൽ തന്നെ തവണ ആയാലും ഒരു
അർച്ചന എല്ലാരും നല്ല അർച്ചനയായാലും ഞാൻ നോട്ടൊക്കെ ചോദിക്കുമ്പോൾ വേഗം തരും. അപ്പൊ എനിക്ക് ചിലപ്പോൾ റെക്കോർഡ് ക്ലാസ്, ചെറിയ കുട്ടികളെ കൊണ്ട് റെക്കോർഡ് ക്ലാസ് കാണാൻ പറ്റില്ല. അപ്പൊ അവരെ നല്ല ഹെൽപ്പ് ഉണ്ട് എല്ലാരും കേട്ടോ. ഗ്രൂപ്പിലൊക്കെ അവർ നല്ല ആയിട്ട് ഇടുന്നുണ്ട്. നമ്മുടെ മെത്തേഡ് അത് തന്നെയാണ്. മ്യൂച്വൽ ഹെൽപ്പ്, റെസിപ്രോക്കൽ ഹെൽപ്പ്, എംപതി. മോണ്ടിസോറി മെത്തേഡിൽ വരുന്ന കാര്യങ്ങളാണ്. സെൽഫ് ലവ് ആൻഡ് മ്യൂച്വൽ ലവ് ഓൾസോ. പിന്നെ ഞാന് ഫസ്റ്റ് ബാച്ചിന് വൈവ ചെയ്തോണ്ടിരിക്കുക ഇപ്പോ. അതിന്റെ ഒരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഹെഡേക്ക് ആ മീൻസ് 20 minutes 5 minutes ബ്രേക്കില് ഫ്രീ ആവുമ്പോഴാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരാൾക്ക് 20 minutes ആണ് വൈവ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രാക്ടിക്കൽ സെഷൻ ഇല്ലേ, ഇപ്പൊ ഡിപ്ലോമയുടെ മാത്രം നോക്കുവാണെങ്കിൽ 5 സെഷൻസ് ഉണ്ട്. റിലേറ്റഡ് വിത്ത് പ്രാക്ടിക്കൽ സെഷനാണ് വൈവ ചെയ്യുന്നത്. ഞങ്ങൾക്ക് കോഴ്സ് തീരുന്നതിന് 1 month മുമ്പാണ് റെക്കോർഡ് റൈറ്റിംഗിന്റെ ഡീറ്റെയിൽസ് തരുന്നത്. ഞങ്ങൾ വല്ലാതെ സ്ട്രഗിൾ ചെയ്തു. നേരത്തെ തന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടെ ഒക്കെ നന്നായി എഴുതായിരുന്നു. അപ്പോ ഈ 5 ഏരിയനെ കവർ ചെയ്തിട്ടായിരിക്കും വൈവ ചോദിക്കുന്നത്. ഓരോ ഏരിയയില് നമ്മൾ 10-ലായിരിക്കും മാർക്സ് ഇടുന്നത്. പിന്നെ അത് 100-ലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. വൈവയുടെ ഇപ്പൊ ആദ്യമേ തന്നെ റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസ്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസ് ഒന്നും ഒരെണ്ണം നിങ്ങൾ കഴിഞ്ഞു, ഓൾമോസ്റ്റ് കഴിയാറായി. ഒന്നും ചെയ്യാത്തവരുണ്ടായിരുന്നു. കാരണം ഞാൻ സ്ട്രഗിൾ ചെയ്തത് തന്നെ എന്റെ കുട്ടികൾ അങ്ങനെ സ്ട്രഗിൾ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം കൊടുത്തത്. പക്ഷെ ലാസ്റ്റ് വൈവയുടെ ഡേറ്റ് ആയപ്പോഴേക്കും എന്നെ വിളിച്ചിട്ട് അയ്യോ മിസ് ഒന്നും ചെയ്തിട്ടില്ല, എന്ത് ചെയ്യും ചോദിച്ചു. അപ്പൊ വേറൊരു കാര്യം കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്തു കേട്ടോ. ഞാൻ ഓർത്ത് ഓക്കെ ചെയ്തിട്ടില്ല, ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിരിക്കും വിചാരിച്ചു. അപ്പോഴാണ് അടുത്ത ഡയലോഗ് വന്നത്, ഞാനൊരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ വിട്ടില്ല. ഞാൻ ചോദിച്ചു, കുട്ടികൾക്ക് വർക്ക് കൊടുക്കുന്നു, ആക്ടിവിറ്റീസ് കൊടുക്കുന്നു, അവര് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ഡു യു ഹാവ് ദ റൈറ്റ് ടു ക്വസ്റ്റ്യൻ ദം ചോദിച്ചു. അവരോട് ചോദിക്കാൻ പറ്റുമോ ചോദിച്ചു. ഒരക്ഷരം വേണ്ടിയില്ല, വെറുതെ ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു അപ്പൊ അത് ഒന്ന് ആലോചിക്കാൻ പറഞ്ഞു. ഇത്രയും ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഫോൺ അങ്ങ് വെച്ചു. അപ്പൊ അതാണ് പ്രശ്നം. അവര് ടീച്ചറാണ്, ഷീ ഈസ് നോട്ട് ഡൂയിങ് എനിത്തിങ്. ദെൻ എങ്ങനെയാ കുട്ടികളോട് ചെയ്യാൻ പറയണേ? നമ്മളൊരു കാര്യം ചെയ്താൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരോട് യു ഡു എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലേ പലപ്പോഴും പാരന്റ്സിന്റെ പ്രശ്നം. കുട്ടികളെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഗിൽറ്റി ഫീലിംഗ് ആണ്. അതാണ് ഒരു പ്രശ്നമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം വന്നു. ബാക്കി നമ്മൾ വൈവയ്ക്ക് അങ്ങനെ ഒരു രീതിയിലും അവരെ വളരെ കംഫർട്ടബിൾ ആണ്. വൈവ ടെൻഷനോട് വന്നു, പക്ഷെ വളരെ കംഫർട്ടബിൾ ആണ്. നല്ല മാർക്കുണ്ട്. ചിലരൊക്കെ നല്ലപോലെ പ്രസന്റ് ചെയ്തു. അതിനെന്റെ ഫസ്റ്റ് വൈവ വളരെ നല്ലതായിരുന്നു. വേറൊന്നുമല്ല, ആ കുട്ടിക്ക് ജോബൊന്നും ആയിട്ടില്ല, പക്ഷെ എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ചോദിച്ചു, നമ്മുടെ ഇത് ഓൺലൈൻ കോഴ്സാണ്, നാളെ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ, അപ്പൊ ശരിക്കും ഒരു മോക്ക് ഇന്റർവ്യൂ കൂടിയാട്ടോ വൈവ. ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവർ പറയുവാണ് ഓൺലൈൻ അല്ലേ, അപ്പൊ അവർക്ക് വലിയ താല്പര്യമില്ല, അപ്പൊ എന്ത് ചെയ്യുന്നു ചോദിച്ചു. കുട്ടി വളരെ കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞു, ഞാൻ അവരെ കൺവിൻസ് ചെയ്യിക്കും. ആ കുട്ടി പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് തുടങ്ങി കഴിഞ്ഞപ്പോ ഓഫ്ലൈൻ കോഴ്സസിനെ പറ്റി അന്വേഷിച്ചു. നമ്മൾ ഇവിടെ ചെയ്യുന്ന പല കാര്യങ്ങളും കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ അതുപോലെയൊക്കെ തന്നെയാണ്, ബട്ട് ചിലരൊന്നും അത്രയും പോലും ചെയ്യുന്നില്ല. സോ എനിക്ക് അങ്ങനെ ഓൺലൈനിന്റെ ലിമിറ്റേഷൻസ് ഒന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. കുട്ടി പറഞ്ഞു. പിജിയിലും കൂടെ ഉള്ള ഒരു കുട്ടിയെ ഭാവന നല്ലപോലെ പ്രസന്റ് ചെയ്തിരുന്നു. പിന്നെ ഒരു കുട്ടിക്ക് ജോബ് കിട്ടിയിരുന്നു, അത് വിളിച്ചു പറഞ്ഞു. 14 പേര് ഇന്റർവ്യൂവിന് ഉണ്ടായിരുന്നു, ഒരു വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ. ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്നവർ, നേരിട്ട് ചെന്ന് പഠിക്കുന്നവരും ഉണ്ടായിരുന്നു അതിനകത്ത്. പക്ഷെ നമ്മളുടെ ട്രെയിനിക്കാണ് കിട്ടിയത്. അവർ ഓൺലൈനാന്ന് പറഞ്ഞപ്പോൾ അവർ ആദ്യം ഇച്ചിരി പ്രശ്നമൊക്കെ പറഞ്ഞു. ബട്ട് ഇതിന്റെ പെർഫോമൻസും പിന്നെ എല്ലാ സാധനങ്ങളും, ആക്ടിവിറ്റീസ് എല്ലാം, അസൈൻമെന്റ്, റെക്കോർഡ്സ് എല്ലാം കൊണ്ടുപോയി കാണിച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവർ ഭയങ്കര ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് ആ കുട്ടി എടുത്തു. അപ്പൊ അവര് ചോദിച്ചു അത്രേ, എന്താ നേരത്തെ വരാത്തേന്ന്. കാരണം എന്താന്ന് വെച്ചാല് 4th സ്റ്റാൻഡേർഡ് വരെയും അവർക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഇന്റർവ്യൂ നേരത്തെ കഴിഞ്ഞു. അന്ന് വന്നിരുന്നെങ്കിൽ 4ാം ക്ലാസ് വരെയുള്ളത് കൊടുക്കുമായിരുന്നു. പേയ്മെന്റും കുറച്ചുകൂടെ കൂടുതൽ കിട്ടുമായിരുന്നു. ഇപ്പൊ KG സെഷനിലാണ്. ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഹസ്ബൻഡിന്റെ ബാങ്കിലാണ് ജോലി ചെയ്യുന്ന. ഹസ്ബൻഡ് ബാങ്കിന് അടുത്താണ് സ്കൂള്. എനിക്ക് രാവിലെ ഹസ്ബൻഡിന്റെ കൂടെ ബൈക്കിൽ പോകാം, തിരിച്ച് എനിക്ക് ബൈക്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടെ വരാം. സോ അതൊക്കെ ഒരു ഹാപ്പിനെസ് ആണല്ലോ. അതൊക്കെ എന്നെ എല്ലാരും ടീച്ചർ എന്ന് വിളിക്കില്ലേ എന്നോട് ചോദിക്കുക. ഞാൻ പറഞ്ഞു യെസ് ടീച്ചർ എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും അവരുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്നു.
പിന്നെ ടീച്ചിങ് പ്രാക്ടീസിന് പോയിടത്തൊക്കെ ഇങ്ങനെ അവിടെ തന്നെ ജോയിൻ ചെയ്യൂന്നൊക്കെ പറഞ്ഞതുണ്ട്. പക്ഷെ ചിലരത് വേണ്ടാന്ന് വെച്ചു. വേറൊന്നുമല്ല, ഭയങ്കരമായിട്ട് കുട്ടികളെ ഈവൻ PT പീരീഡ് പോലും കളിക്കാൻ അവർ പുറത്തു വിടില്ല. ആ രീതിയിൽ അടച്ചു വെച്ച്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ജോലി ഓഫർ ചെയ്തിട്ട് പോലും വേണ്ടാന്ന് വിചാരിച്ചവരുണ്ട്. കാരണം നമ്മളുടെ മെത്തേഡ് അതല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയും വേണ്ടാന്ന് വെച്ചവരുണ്ട് കേട്ടോ. അപ്പൊ ഓക്കെ, ഇപ്പൊ റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസ് ഞാൻ ഒരെണ്ണേ തന്നിട്ടുള്ളൂ. സോ ബാക്കിയുള്ളത് മിസ് തന്ന ടോപ്പിക്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി പേപ്പർ ഫിൽ ആവാനുള്ള, അപ്പൊ അത് പതുക്കെ മതിയല്ലോ, ഓരോരോ കാര്യങ്ങൾ ഒട്ടിച്ചൊട്ടിച്ച് തീർത്താൽ മതിയല്ലോ റെക്കോർഡ്. ഓക്കെ. അധികം എക്സ്ട്രാ പേജസ് ഉള്ളതിലേക്ക് കൂടുതൽ ചെയ്യണം എന്ന് പറഞ്ഞതാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കും അതന്നെ കുറച്ചുണ്ട്, ബാക്കിയൊക്കെ കംപ്ലീറ്റ് ആയി. കുറച്ചുണ്ട് ഒട്ടിക്കാൻ, ഉണ്ട് വാങ്ങിച്ചു വെച്ചിട്ടൊക്കെ ഉണ്ട്. പണി കിട്ടി, കുറച്ച് വലിയ റെക്കോർഡായി പോയി വാങ്ങിച്ച പേപ്പർ അധികം ഉണ്ട്. അങ്ങനെ ആരോ വാങ്ങിച്ചു വലിയ പേപ്പർ കുറച്ച് അധികം ഉണ്ട്. എനിക്കും അതൊക്കെ കുട്ടിയാ തോന്നുന്നു കേട്ടോ. ഒരു റെക്കോർഡ് വാങ്ങിച്ചു, 3 പേജ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരു പ്രസ്സിന് ചെല്ലു, ഹാഫ് ആക്കൂ, 2 റെക്കോർഡായിട്ട് അവരോട് ബൈൻഡ് തരാൻ പറഞ്ഞു. അത് ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ, 5 വാങ്ങിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു നേരെ പോവുക, പ്രസ്സിൽ പോയിട്ട് അത് ഹാഫ് ആക്കുക, ബൈൻഡ് ചെയ്യാന്ന് പറഞ്ഞു. ഇതല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ യു ക്യാൻ ആഡ് മോർ. 5 മേടിച്ചു. ഓക്കെ. നീതു ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? പാത്രം കഴുകുവാണോ? പ്രസന്റ് ചെയ്ത് പോയി. ഹായ്. ഓക്കെ, സോ കളക്ഷൻ ബുക്ക് കഴിഞ്ഞു. നമുക്കിനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റോറി ബുക്കും റൈം ബുക്കുമാണ്. നിങ്ങൾ അത് ചെയ്യണോ? കിഡ്സ് ആക്ടിവിറ്റി ബുക്ക് ഉണ്ട് 4-മത്തത്, അത് ചെയ്യണോ? ഏതാ നിങ്ങളുടെ താല്പര്യം? സ്റ്റോറി റൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ. തന്നെത്താനെ റൈം ചെയ്യണം, തന്നെത്താനെ സ്റ്റോറി എഴുതണം. അല്ലെങ്കിൽ ഞാൻ ഇത് 3ഉം പറഞ്ഞു തന്നേക്കാം. അപ്പൊ ഡിപ്പെൻസ്, ചിലർക്ക് ചിലപ്പോൾ റൈമൊക്കെ ഇഷ്ടം പോലെ മനസ്സിലുണ്ടാകും, അപ്പൊ അത് എഴുതി വെക്കാം. അല്ലെങ്കിൽ സ്റ്റോറി, ഓർഡർ ഒന്നുമില്ല കേട്ടോ. ഏതാണോ മനസ്സിലേക്ക് പെട്ടെന്നൊരു ത്രെഡൊക്കെ വരുമല്ലോ സ്റ്റോറിയുടെ റൈമിന്റെ ഒക്കെ, പെട്ടെന്ന് തന്നെ അതങ്ങ് ഇരുന്ന് എഴുതിക്കോളൂ. ഞാനൊരു കാര്യം ചെയ്യാം, റൈം ബുക്ക് ഒന്ന് പറയാം. ഞാൻ എന്റെ റെക്കോർഡ് എടുക്കട്ടെ. പ്രെയർ ഒക്കെ എല്ലാവരും എഴുതി കാണുമല്ലോ. ആ പ്രെയർ ആണ് ശരിക്കും നമ്മൾ ക്ലാസ് റൂമിൽ പ്രസന്റ് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ വോട്ട് ചെയ്ത് ഏറ്റവും നല്ല പ്രെയർ ആരുടെയാണോ അവരുടെ പ്രസന്റ് ചെയ്യണം എന്നൊക്കെയാണ്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കുന്നൊന്നുമില്ല. എല്ലാവരുടെയും പ്രെയർ മാറി മാറി കേൾക്കാലോ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾക്ക് കുട്ടികളെ ഉദ്ദേശിച്ചാണ് നമ്മൾ റൈമും സ്റ്റോറിയും എഴുതുന്നത്. അപ്പൊ അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് സിമ്പിൾ ലാംഗ്വേജിൽ സിമ്പിൾ വേർഡ്സ് യൂസ് ചെയ്തിട്ട് കുറച്ച് റിഥം ആയിട്ട് നമുക്ക് പാടാനായിട്ട് പറ്റണം. ആ രീതിയിൽ വേണം റൈംസ്. അതുപോലെ തന്നെ സ്റ്റോറി വരുവാണെങ്കിൽ ഭയങ്കര വലിയ ഗ്രാമറും വൊക്കാബുലറിയും അങ്ങനത്തെ കണ്ടന്റ്സ് ഒന്നും വേണ്ട. അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് അത് തന്നെ. ഇപ്പൊ ആൽഫബറ്റിക്കൽ സോങ് ഉണ്ട്, നമുക്കറിയാം 26 ലെറ്റേഴ്സ്. ചിലരെല്ലാം ഓരോ ലെറ്റർ വെച്ചിട്ട് ഇങ്ങനെ എഴുതി 26 ലൈൻസ് വരും. നമുക്ക് അത്രയും വേണ്ട. 8 ലൈൻസ്, 10 ലൈൻസ്, 12 ലൈൻസ്, ദാറ്റ് ഇസ് എനഫ്. അപ്പൊ ഞാൻ അത്ര വലിയ കാര്യമായിട്ടൊന്നും അല്ല ചെയ്തെങ്കിലും ഞാൻ ചെയ്തതൊന്ന് വായിക്കാം, അപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. പിന്നെ ഓരോ ഇല്ലസ്ട്രേഷൻ ബുക്കാണ്, സോ ഇല്ലസ്ട്രേഷൻ വേണം. അതായത് ഓരോ റൈം അല്ലെങ്കിൽ സ്റ്റോറിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പിക്ചറും കൂടെ വേണം. നമുക്ക് റൈമില് ഓരോ തീമിനും 2 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആൽഫബറ്റിക്കൽ സോങ്ങില് ഞാൻ എഴുതിയത്, ഞാൻ അതിന്റെ പടം വരയ്ക്കാൻ നേരത്തെ ഇതുപോലെ കുട്ടികളുടെ ബുക്കില് ഇതുപോലെ എന്താ പറയാ, പഴയ അവരുടെ KG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ബുക്കിലൊക്കെ ഇങ്ങനെ ക്ലാസ് റൂം ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ചില ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന്
കട്ട് ചെയ്തത്. പിന്നെ നമുക്കൊരു സ്റ്റെൻസിൽ പോലെ കിട്ടില്ലേ, സ്കെയിൽ പോലത്തെ ആൽഫബറ്റ്സും നമ്പേഴ്സ് ഒക്കെ ഉള്ളത്, അതും കൂടെ അതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എഴുതിയത് വായിക്കാം. ABCD come together, EFGH stand together, IJKL sit together, MNOP jump together, ഒരു റിഥമില് വേണം കേട്ടോ. QRST run together, UVW clap together, XYZ stay together. അപ്പൊ നമ്മൾ ഇവരോട് ഇങ്ങനെ പറയുമ്പോൾ ഇവരെ കൊണ്ട് ഇങ്ങനെ ആക്ഷൻസ് ചെയ്യിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. കാരണം കുട്ടികൾ അതിനൊപ്പം അവരുടെ ബോഡി മൂവ്മെന്റ്സും ഒക്കെ വരണം. അതിന്റെ ഒപ്പം നമ്മൾ ചെയ്യണം കേട്ടോ. വൈവിക്കാൻ എല്ലാരെ കൊണ്ട് ചെയ്യിച്ചതായിരുന്നു ആക്ഷൻ സോങ്. ഒരാള് വന്നിട്ട് എത്ര പറഞ്ഞിട്ടും കുട്ടി ആക്ഷൻ സോങ് അയ്യോ ഞാൻ ചെയ്യില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. കുട്ടികളുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ ചെയ്തേ പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു പ്രാക്ടീസ്, ആ ഒരു ഷൈനസ് ഇൻഹിബിഷൻ ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് സൈൻ ഇൻ സൈൻ ഔട്ട് പറയുന്നത്. സൈൻ ഇൻ സൈൻ ഔട്ട് നമ്മൾ ആക്ഷൻസിനോട് കൂടി വീഡിയോ ഓൺ ചെയ്ത് പറയണം. അപ്പൊ നമുക്ക് ആ ഒരു ഷൈനസ് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, അതൊക്കെ മാറും. ഇന്റർവ്യൂവിന് ചെല്ലുമ്പോഴും ഇത് ചെയ്യിക്കും. ഇന്റർവ്യൂവിനായോ എനിക്ക് പറ്റില്ല ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങാം. ഓക്കെ, നെക്സ്റ്റ് കണ്ടിട്ട് തന്നെ ഒരു ടീച്ചറും കുട്ടിയും കൂടെ ഉള്ള രീതിയിൽ ഒരു ആക്ഷൻ സോങ് ആണ് ചെയ്തത്. ആൽഫബറ്റിക്കൽ സോങ്. Come dear children, we will sing together, ABCDEFG, clap your hands, clap clap clap. അതുപോലെ ബാക്കിയുള്ളത് HIJKLMN, nod your head, nod nod nod. QRST UVW, stamp your feet, stamp stamp stamp. കുറച്ചുകൂടെ സ്പ്ലിറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും കൂടുതൽ ആക്ഷൻസ് വരുന്ന രീതിയിൽ അത്രയും ലെറ്റേഴ്സ് ആവണമെന്നില്ല. യു ക്യാൻ ഫോളോ മൈ ഓൺ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് എഴുതാം. അപ്പൊ നമ്പർ സോങ്സും ഏകദേശം അതുപോലെ തന്നെ വരണം. നമ്പറും ഞാൻ ആ സ്റ്റെൻസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സംബഡീസ് ഓഡിയോ ഓൺ, മൈക്ക് ഓൺ ആണ്. അനുമേരി 1 2 enter the class. 3 4 ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, വേറെ നമ്മൾ പണ്ട് പഠിച്ചതായിരുന്നു. 3 4 keep your bags down. 5 6 say your prayers. 7 8 smile each other. 9 10 wish each other. Say hi, say hello, say good morning, be happy, happy. നമ്മൾ എഴുതാൻ തുടങ്ങുമ്പോൾ ഇതൊക്കെ പതുക്കെ വരും. ആരൊക്കെയോ എന്നോട് കരഞ്ഞു പറഞ്ഞു, അയ്യോ എനിക്ക് എങ്ങനെ പറ്റും, ഞാനിതെങ്ങനെ തന്നെ ചെയ്യും. അത് കഴിഞ്ഞ് പറയാ എവിടെ നിന്നാ നമുക്ക് അറിയില്ല, എവിടെ നിന്നൊക്കെയോ വരുമായിരുന്നു. കൂടുതൽ 1 2 ഒന്നല്ല, അതിലും കൂടുതൽ എഴുതാൻ കിട്ടിയെന്നാണ് പറയുന്നത്. അടുത്ത നമ്പർ സോങ് ഞാൻ എഴുതിയത് ഒരു ഗാർഡൻ മേക്ക് ചെയ്യുന്ന രീതിയിലായിരുന്നു. Say 1 plant a tree, say 2 water daily, say 3 care it well, say 4 plant more trees, say 5 make a beautiful garden, say 6 make it awesome, say 7 touch and see the beauty, say 8 feel the fragrance, say 9 don't pluck the flowers, say 10 love them all. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് ക്യാപ്സൂൾ പോയംസ് ആണ്. ശരിക്കും ഞാൻ ആ ഹെഡിങ്ങിന് 8 to 12 ലൈൻസ് എഴുതിയിട്ടുണ്ടെങ്കിലും ക്യാപ്സൂൾ പോയംസ് 4 ലൈൻസ് മതി. ഞാൻ എഴുതിയ ക്യാപ്സൂൾ സോങ്ങില് നമുക്ക് ഞാൻ റാറ്റിനെയും ക്യാറ്റിനെ കുറിച്ചുള്ള ഒരു ക്യാപ്സൂൾ സോങ്ങും ഫ്ലവേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ക്യാപ്സൂൾ സോങ്ങും ആണ് എഴുതിയത്. വളരെ സിമ്പിൾ ആയിട്ട് ഇതിലും നല്ലതായിട്ട് എഴുതാട്ടോ. റാറ്റ് റാറ്റ് റൺ റൺ, ക്യാറ്റ് ക്യാറ്റ് ചേസ് ചേസ്, റാറ്റ് റൺ ക്യാറ്റ് ചേസ് റൺ റൺ ചേസ് ചേസ്. ഈ പിക്ചർ വരച്ചതാണ് കുട്ടികൾ വരച്ചതെന്താമ അവരന്ന് കുറച്ച് കുഴപ്പമില്ലാണ്ട് വരയ്ക്കുമായിരുന്നു. അവർ രണ്ടുപേരെയും കൊണ്ട് വരച്ചു തന്നിട്ട് ഞാനത് ക്രയോൺസ്, അതായത് ഓയിൽ പേസ്റ്റൽസ് വെച്ചിട്ടാട്ടോ കളർ ചെയ്ത്. ക്രയോൺസിനേക്കാളും നല്ലത് ഓയിൽ പേസ്റ്റൽസ് ആയിരിക്കും. അത് എന്താ പറയാ, എംപോസ് ചെയ്ത് നിൽക്കില്ല, നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു അതിനൊരു സ്ക്രബർ പോലത്തെ എന്തോ ഒരു സാധനം കിട്ടുമല്ലോ ഓയിൽ പേസ്റ്റലിന്റെ കൂടെ. അത് വെച്ചിട്ട് ഉരച്ചിട്ട് എക്സസ് കളർ നമുക്ക് റിമൂവ് ചെയ്യാം. പേപ്പർ നല്ല നൈസ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് തന്നെ ഇരിക്കും. രണ്ടാമത്തെ ക്യാപ്സൂൾ സോങ് ഫ്ലവേഴ്സ് ബ്ലൂം, ഫ്രാഗ്രൻസ് സ്പ്രെഡ്സ്, ഡേർട്ട് സിങ്, സ്വീറ്റ്നെസ് ഫ്ലോസ്. അതായിരുന്നു രണ്ടാമത്തത്. പിന്നെ നെക്സ്റ്റ് വൺ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫോക്ക് സോങ്സ്, നാടൻ പാട്ടൊക്കെ ഉണ്ടല്ലോ, നമ്മളുടെ നാടൻ പാട്ടുകൾക്ക് മലയാളത്തിൽ പല പല ഋതം നമ്മൾ കേട്ടിട്ടുണ്ട്, ഭയങ്കര ഒരു താളമൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെയൊന്നും എഴുതാൻ അറിയില്ലായിരുന്നു, ബട്ട് ഐ ട്രൈഡ്.
സാധാരണ നാടൻ പാട്ടുകളിൽ മലയാളം പറയുകയാണെങ്കിൽ ആളുകൾ വയലിൽ പണിയെടുക്കുമ്പോ, മീൻ പിടിക്കാൻ പോകുമ്പോ, പിന്നെ ഈ തടിമില്ലിലൊക്കെ പണിയെടുക്കുന്നവർ, അവരുടെ ആ വർക്കിന്റെ ആ ഒരു ഫ്ലോ നല്ല സ്മൂത്ത് ആവാനും, ഭയങ്കര ഹാർഡ് വർക്കാണ്, ഇച്ചിരി കട്ടി പണിയൊക്കെ ആണെങ്കിലും അവരത് ഇങ്ങനെയൊക്കെ പാടി അങ്ങനെ പണ്ടത്തെ ആൾക്കാരൊക്കെ ചെയ്ത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ചില വാക്കുകളൊക്കെ അവർ ഉപയോഗിക്കുമല്ലോ, ഹൊയ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ആ രീതിയിൽ ഞാൻ ട്രൈ ചെയ്തു. ഹിപ് ഹിപ് ഹുറേ ഹുറേ, farmer sang together happily, hays waved their head in the wind, birds say together hoo hoo hoo, they happily fly together, everyone feeling happy, singing together la la la, nature also feeling happy when it touches by the raindrops. നിങ്ങൾ ഏതെങ്കിലും യെസ് ഇംഗ്ലീഷ് കാർട്ടൂൺ ഒക്കെ കണ്ടാൽ പെട്ടെന്ന് എഴുതാൻ പറ്റും മാം. ഗുഡ് ഐഡിയ. മാം ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് നമ്മൾ ഏകദേശം എത്ര ഏജ് ഉള്ള കുട്ടികൾക്ക് വെച്ചിട്ടാണ് ഈ ഒരു റൈംസ് ഒക്കെ എഴുതേണ്ടത്? റൈംസ് ഒക്കെ KG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ് അത്രയൊക്കെയല്ലേ വരുള്ളൂ. നമ്മള് ഓർഡറിൽ തന്നെ എഴുതണം. എന്തോ ഓർഡർ വൈസ് ആയിട്ട് തന്നെ എഴുതണമെന്നുണ്ടോ? ഫസ്റ്റ് ആൽഫബറ്റിക് അങ്ങനെയില്ല. പക്ഷെ റൈംസിലെ കണ്ടന്റ് നിങ്ങൾക്ക് ഏത് ഓർഡറിലും എഴുതാം. പക്ഷെ റൈംസിന്റെ കൂടെ സ്റ്റോറി വരരുതേ ഉള്ളൂ. അത് അടുത്ത റെക്കോർഡാണല്ലോ, അങ്ങനെ വരരുത്. അല്ലാതെ ഇത് ഏത് ഓർഡറിലും വേണമെങ്കിൽ എഴുതും. ഞാനിപ്പോ എന്റെ ഇതിനകത്ത് ഓർഡർ അനുസരിച്ച് ഞാനൊന്ന് വായിക്കുന്നു ഇംഗ്ലീഷ്. അങ്ങനെ പിന്നെ റിഡിൽ സോങ്സ്. റിഡിൽ സോങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കടങ്കഥയാണ്. ലാസ്റ്റ് ആവുമ്പോഴേക്കും അതിന്റെ ആൻസറും നമുക്ക് കൊടുക്കാം. ഐ ക്യാൻ ഫ്ലൈ ഹൈ, ഐ ആം നോട്ട് എ ബേർഡ്, ഐ ആം കളർഫുൾ. കുറെ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാകാനുള്ള ക്ലൂസ് അല്ലെ. ഐ ആം കളർഫുൾ, ഐ ഹാവ് നോ വിങ്സ്, everyone like me, all are my friends, but I need thread and you, then only I can fly, tell me my friend, who am I? ആരാ? കറക്റ്റ്. അതുപോലെ അതും വരച്ചതാ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വലിയ ടെൻഷൻ ഒന്നുമില്ലല്ലോ ഒരു കൈറ്റ് വരയ്ക്കാൻ. ഓക്കെ, നെക്സ്റ്റ് വൺ. പിന്നെ എഴുതിയത് റിഡിൽ സോങ്ങില് ഐ ആം യെല്ലോ ആൻഡ് ലൈക്ക് എ ബോൾ, മൈ ഹൗസ് ഈസ് അറ്റ് സ്കൈ, ഐ ഗീവ് ലൈറ്റ് ടു ഗ്രോ, I will shine all the day, I will hide in the night, you cannot reach at me, sorry, I am too hot my dear, yes, it is the shining sun. മനസ്സിൽ വേണം. എന്തോ ഇപ്പൊ പറഞ്ഞത് ഒന്നും കൂടെ പറയോ? ഇത് മറ്റേ റിഡിൽ സോങ് തന്നെയാണോ? അതെ, രണ്ടെണ്ണം വേണമല്ലോ എല്ലാം. ഇത് ഞാൻ എഴുതിയതാണ്. നിങ്ങളുടേതായ രീതിയിൽ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ സൺ തന്നെ ആൻസർ വെച്ചിട്ട് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടോ അല്ലെങ്കിൽ കൈറ്റ് തന്നെ വെച്ചിട്ടോ അങ്ങനെയൊക്കെ എഴുതാം. മാം ഒരു സംശയം ചോദിച്ചോട്ടെ? ഇപ്പൊ മൈ കളക്ഷൻ ബുക്കിൽ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി വരുന്ന പേജസ് എല്ലാം എന്തിനും ഒട്ടിച്ച് തീർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതും അതുപോലെ വല്ലതും വേണോ? ഞാൻ ഒട്ടിച്ച് തീർക്കണം എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ ഉള്ളതൊക്കെ കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ലേ? ഇത് നമ്മൾ അങ്ങനെ എന്തിനും ചെയ്യണോ? ഇത് രണ്ടെണ്ണം വെച്ചാകുമ്പോ ഒത്തിരി പേജസ് ബാക്കി വരും. എന്തായാലും പേജ് ബാക്കി ഉണ്ടാവുമായിരിക്കും. രണ്ടെണ്ണം വെച്ചാകുമ്പോ അധികം ബാക്കി ഉണ്ടാവോ? ബാക്കി ഉണ്ടാവും. എനിക്ക് മറ്റേ കളക്ഷൻ ബുക്കിൽ 40ഓളം പേജ് ബാക്കിയുണ്ട്. എനിക്കുണ്ട്, കൊറേ ഉണ്ട്. എനിക്ക് വലിയ ബുക്കായിരുന്നു ഞാൻ വാങ്ങിയത്. എനിക്ക് കൊറേ പേജ് ബാക്കിയുണ്ട് മൈ കളക്ഷൻ ബുക്കില്. ഞങ്ങള് 2 സൈഡ് രണ്ടെണ്ണം വെച്ച് എന്തായാലും ബാലൻസ് വരും. ഞാൻ എന്ത് എഴുതുന്നു പറഞ്ഞാ തുടങ്ങിയ, പക്ഷെ ബാക്കിയില്ല. കുറച്ച് പേപ്പറൂടെ വേണമായിരുന്നെന്നാ ഇപ്പൊ ചിന്തിക്കുന്നത്. ഇനിയിപ്പൊ ഇതെങ്ങനാന്ന് അറിയത്തില്ല. ഇതും മാം പറയുന്ന കേൾക്കുമ്പോ ഞാൻ എന്ത് എഴുതുമെന്ന്, ഇനി എഴുതി വരുമ്പോ എങ്ങനാന്നറിയില്ല. ഇതിനൊക്കെ പിക്ചറും വേണോട്ടോ. പിക്ചർ മറന്നു പോകരുത്. ഇല്ലിസ്ട്രേഷൻ ആണ്. പിക്ചർ മറ്റേതിൽ ഒത്തിരി വാങ്ങി ഒട്ടിച്ചിട്ടുണ്ട്. എനിക്ക് പിക്ചർ വരയ്ക്കാൻ അറിയില്ല മാം. ഇനിയിപ്പൊ ഇതെന്തോന്നറിയില്ല. ഇതൊക്കെ വരയ്ക്കാൻ ഈസി കേട്ടോ. പിക്ചർ വരയ്ക്കാനേ അറിയില്ല. ട്രൈ. നമ്മൾ വിചാരിക്കും നമുക്ക് അറിയില്ല എന്നാ, ബട്ട് ട്രൈ ചെയ്യുമ്പോ നടക്കുന്നു. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് വൺ പ്രൊവൈഡ്സ് സയന്റിഫിക് നോളജ് ടൈപ്പ്.
ഞാൻ സയന്റിഫിക് നോളജ് ടൈപ്പില് ആദ്യം സോളാർ സിസ്റ്റത്തെ കുറിച്ചാണ് എഴുതിയത്. പിന്നെ നമ്മളുടെ എക്സ്റ്റേണൽ ബോഡി പാർട്സ് അത് വെച്ചിട്ടായിരുന്നു നെക്സ്റ്റ് വൺ എഴുതിയത്. സോളാർ സിസ്റ്റം നിങ്ങളൊക്കെ പഠിക്കുമ്പോൾ 9 പ്ലാനറ്റ്സ് ഉണ്ടായിരുന്നു. പ്ലൂട്ടോ അന്ന് ഒരു പ്ലാനറ്റ് ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തത്. പിന്നെ പ്ലൂട്ടോയെ മാറ്റിയല്ലോ, ഡാഫ് പ്ലാനറ്റ്, അങ്ങനെ ഒരു കുള്ളൻ ഗ്രഹോ അങ്ങനെ ആ രീതിയിലേക്ക് മാറ്റിയപ്പോ 8 എണ്ണം മാത്രം ബാക്കിയായി. 1, 2, 3, 4, 5, 6, 7, 8. There are 8 planets. Our Earth is one of them. Earth is round in shape. It looks like a football. Sun is a big hot star. Stars give out light. Sun gives heat and light. All the planets revolve around the sun. Planet system കിട്ടി, അത് കട്ട് ചെയ്ത് ഒട്ടിച്ചു. വരയ്ക്കാനൊന്നും പോയില്ല. അതെന്തായാലും കുട്ടികളുടെ പഴയ ടെക്സ്റ്റ് ഒക്കെ കാണും. പിന്നെ എക്സ്റ്റേണൽ ഓർഗൻസ്, വി ഹാവ് 2 eyes. ഐസ് ഹെൽപ്പ് us to see അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതും പിക്ചർ ഉണ്ടായിരുന്നു. ഇതൊക്കെ എഴുതാൻ എളുപ്പമായിരിക്കുമല്ലോ. പിന്നെ റൈമിംഗ് വേർഡ്സിൽ എഴുതുവാണെങ്കിൽ നല്ല രസമായിരിക്കും നമുക്കത് വായിക്കാനും ഒക്കെ ആയിട്ട്. പക്ഷെ എനിക്കങ്ങനെ എല്ലാം ഒന്നും റൈമിംഗ് വേർഡ്സിൽ വന്നത്. ക്യാപ്സൂൾ സോങ് ഒക്കെ സുഖമായിരുന്നു. 4 ലൈൻസ് അല്ലേ, ഒരു ലൈൻ അടുത്ത ലൈനെ റൈമായിട്ട് വരുമ്പോ നമുക്ക് പാടുമ്പോ ഒരു റിഥം വരും. പക്ഷെ എല്ലാം ഒന്നും അങ്ങനെ വന്നില്ല. നമ്മുടെ മലയാളം കവിതകളിൽ അങ്ങനെയാണല്ലോ പ്രാസം, അതൊരു രസമാണല്ലോ വായിക്കാനായിട്ട്. പ്ലീസ് ഗീവ് മീ 1 second, എനിക്കൊരു കൊറിയർ വരുന്നു, അതാ. നിങ്ങളൊന്ന് വായിച്ചു നോക്കെ. ഓക്കെ, താങ്ക് യു. സോ ക്ലിയർ ആവണമെന്നുണ്ടല്ലോ, റൈംസിനെ കുറിച്ചുള്ളതൊക്കെ മനസ്സിലായി ഇതുവരെയും പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ടൈം. അതും എളുപ്പമായിരിക്കും, പക്ഷെ ഈസി ആണെന്ന് വിചാരിച്ച് നമ്മളുടെ മനസ്സിൽ വേണം നമ്മുടെ ഇന്നർ ചൈൽഡ് വരണം. കാരണം കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം നമ്മൾ എഴുതാൻ. ഞാൻ ഇതിനകത്ത് പ്ലാന്റ്സിനെയും ഫ്ലവേഴ്സിനെയും കുറിച്ചായിരുന്നു എഴുതിയത്. അപ്പൊ നമുക്ക് പിക്ചേഴ്സ് എടുക്കാനും എളുപ്പമുണ്ട്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും എളുപ്പമുണ്ട്. വിച്ച് ഈസ് ദ യെല്ലോ കളർ ഫ്ലവർ? ഇറ്റ് ഈസ് എ സൺഫ്ലവർ. വിച്ച് ഫ്ലവർ ഗ്രോസ് ഓൺ വാട്ടർ? ഇറ്റ് ഈസ് ലോട്ടസ്. ഇത് കുറച്ചുകൂടെ റിഥമായിട്ട് എഴുതണം. എനിക്ക് ഏതാണ്ട് ക്വസ്റ്റ്യനും ആൻസറും പോലെയാണ് എനിക്ക് തോന്നിയത് എന്റെ റൈം. വിച്ച് പ്ലാന്റ് ഹാസ് ഗോൾഡ് തോൺസ്? ഇറ്റ് ഈസ് റോസ് പ്ലാന്റ്. വിച്ച് ഈസ് എ മെഡിസിനൽ പ്ലാന്റ്? ഇറ്റ് ഈസ് ബേസിൽ പ്ലാന്റ്. Who is king of fruits? It's mango. എനിക്ക് ആകെ 3 ഫ്ലവേഴ്സിന്റെ പിക്ചറെ കിട്ടിയുള്ളൂ, ഞാൻ അതേ ഒട്ടിച്ചുള്ളൂ. ബട്ട് ഓൾ ദ ആൻസേഴ്സ് നമുക്ക് ഒട്ടിച്ചു വെക്കാം. പിന്നെ സ്കെച്ച് പെൻ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്തെങ്കിലും ഹെഡിങ് എഴുതാനോ അണ്ടർലൈൻ ചെയ്യാനോ നമുക്ക് ഗ്ലിറ്ററിംഗ് പെൻസ് കിട്ടും. ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ എഴുതണം എന്നുണ്ടെങ്കിൽ, കാരണം സ്കെച്ച് പെൻ വെച്ച് നമ്മൾ എഴുതുവാണെങ്കിലോ കളർ ചെയ്യുവാണെങ്കിലോ സ്മഡ്ജ് ആവും. അതിന്റെ കളർ ബാക്ക് സൈഡിൽ വരും. അപ്പം ബാക്ക് സൈഡ് നമ്മൾ ഏതെങ്കിലും എഴുതാനൊക്കെ ആയിട്ടുള്ള ഭാഗമാണെങ്കിൽ അവിടെ മുഴുവനും നമുക്ക് ഒരുമാതിരി വരും, അത് വായിക്കാനൊന്നും പറ്റുമോ. സോ അത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പും ആനിമൽസിനെ കുറിച്ചായിരുന്നു. ഹൂ ഗാർഡ്സ് അവർ ഹൗസ്? ഇറ്റ്സ് എ ഡോഗ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഹൂ ഹാസ് ഗോട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രൈപ്സ്? ഇറ്റ് ഇസ് സീബ്ര. ഹൂ ഹാസ് ഗോട്ട് കളർഫുൾ വിങ്സ്? ഇറ്റ് ഇസ് ബട്ടർഫ്ലൈ. Who has got beautiful feathers? Is peacock. Who is the biggest land animal? Is elephant. ആ രീതിയിൽ പിക്ചേഴ്സ് കിട്ടാനും എളുപ്പമായിരിക്കും. ഇനി ജനറൽ നോളജ് കിട്ടുന്ന രീതിയിലുള്ള ഒരു റൈം എഴുതാനാ പറഞ്ഞത്. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരിക്കലും ഇപ്പൊ ഒരെണ്ണം എഴുതിയിട്ട് നമ്മള് പലരും ഞങ്ങളുടെ ട്രെയിനറെ, ഞങ്ങളുടെ മാമിനെ ഇങ്ങനെ മതിയോ എന്ന് ചെയ്യുമ്പോൾ ഷീ വിൽ സ്മൈൽ ലൈക്ക് സബ് ടു യു. അതെ, കാരണം നമ്മളിവിടെ കറക്റ്റ് ചെയ്യില്ല, നമ്മൾ എഴുതുന്നു. നമ്മൾ പലപ്പോഴും ക്ലാസ്സസ് ഒക്കെ എടുത്തു വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത്, ഓ ഇത് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. സോ ഇവിടെ നമ്മൾക്ക് റൈറ്റ് ഓർ റോങ് എന്നുള്ള കാര്യമേ ഇല്ല. നമ്മുടെ അസൈൻമെന്റ് ആണെങ്കിലും നമ്മുടെ റെക്കോർഡ്സ് ആണെങ്കിലും റൈറ്റ് ഓർ റോങ് ഇല്ല. എല്ലാം ഓട്ടോ എഡ്യൂക്കേഷൻ ആണ്. കൺട്രോൾ ഓഫ് എറർ വരുന്നത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. കുട്ടി എത്ര പ്രാവശ്യം നടക്കാൻ തുടങ്ങുമ്പോൾ വീഴും, പക്ഷെ അവൻ അവിടെ നിന്ന് എണീറ്റിട്ട് വീണ്ടും ആ സെയിം പ്രോസസ്സ് അവനോട് നിർത്തില്ല, സ്റ്റോപ്പ് ചെയ്യില്ല.
വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ബോഡിയുടെ കോർഡിനേഷനും ബാലൻസും അവന് തന്നെ വരുക. അല്ലെ, നമ്മളായിട്ടൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ഒബ്സർവ് ചെയ്യും. അവന് കൂടുതൽ അപകടം പറ്റാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. പക്ഷെ അവിടെ നിന്ന് എണീറ്റ് വീണ്ടും വീണ്ടും നടക്കുക ചെയ്യുന്നത്. സോ അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. നമ്മൾ ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യുന്നില്ല. ഞാനതുകൊണ്ട് എല്ലാരും എന്നോട് ചോദിച്ചു, ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നത് കമ്പൽസറി ആണോ, റെക്കോർഡ് എഴുതുന്നത് കമ്പൽസറി ആണോ, അസൈൻമെന്റ് എഴുതുന്നത് കമ്പൽസറി ആണോ? ഞാൻ ഒന്നും കമ്പൽസറി ആയിട്ട് പറയില്ല. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഇസ് ഇറ്റ് ഗുഡ് ഫോർ മീ? ഇത് എനിക്ക് നല്ലതിന് വേണ്ടിയിട്ടാണോ എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തോളാം പറയും. ഓക്കെ, റൂൾഡ് ഭാഗത്ത് എഴുതി അൺറൂൾഡ് സൈഡിൽ പിക്ചർ ഒട്ടിക്കാം. യെസ്, ഞാൻ ജനറൽ നോളജ് ടൈപ്പ് എഴുതിയത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു സീഡ് കുഴിച്ചിട്ട് അതൊരു ചെടിയായി, പിന്നെ അങ്ങനെ വരുന്ന ഒരു പിക്ചർ എനിക്ക് കുട്ടികളുടെ EVSന്റെ ടെക്സ്റ്റിൽ കിട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് അതിൽ ഫ്രൂട്ട്സ് ഉണ്ടായി, കുട്ടികൾ കഴിക്കുന്നു, അതിന്റെ ഷെയ്ഡില് ആൾക്കാരെ റെസ്റ്റ് ചെയ്യുന്നു. ആ രീതിയിലാണ് ജനറൽ നോളജ് ടൈപ്പ് വന്നത്. അപ്പൊ നമുക്ക് കുട്ടികളെ കൊണ്ട് പ്ലാന്റ് നട്ടു വളർത്താൻ ആ ഒരു എല്ലാ സ്റ്റെപ്പും അതിലുണ്ട്. വെള്ളം ഒഴിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, സണ്ണുള്ള ഭാഗത്ത് വെക്കണം, അതെല്ലാം കിട്ടും. പിന്നെ അടുത്തത് ജനറൽ നോളജിൽ എഴുതിയത് വൈൽഡ് അനിമൽസിനെയും ഡൊമസ്റ്റിക് അനിമൽസിനെയും കുറിച്ചിട്ടായിരുന്നു. ഓരോരുത്തരും എവിടെയാണ് ഒക്കെ. പിന്നെ അതുപോലെ തന്നെ ഓരോ ഇതിനുമുള്ള ഹൗസ് ഉണ്ടല്ലോ. ഇപ്പൊ ഡോഗ് കെനല്, കൂപ്പ്, ഹെന്ന് കൂപ്പാണ്, ഹോഴ്സിന് സ്റ്റേബിൾ, അങ്ങനെ കിങ് ഓഫ് ഫോറസ്റ്റ് ഇസ് എ ലയൺ, അതിനൊരു ആളുടെ വീട് എന്ന് പറയുന്നത് ഡെൻ ആണ്. അങ്ങനെ ഓരോ ആ രീതിയിൽ എഴുതി. അപ്പൊ അതും ഒരു ജനറൽ നോളജ് കുട്ടികൾക്ക് പഠിക്കാനുള്ള, ആ ഒരു ഏജിലൊക്കെയുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ളത് തന്നെയായിരിക്കുമല്ലോ. മാം അത് സോങ് ആയിട്ടാണോ എഴുതിയത്? 1-2 ലൈൻ ആയിട്ട് തന്നെയാണോ എഴുതിയത്? ഇപ്പൊ ഡോഗ് സ്റ്റേസ് ഓൺ കെനൽ, ഹെൻ ഓൺ ഹോ, അങ്ങനെയാണോ എഴുതിയത്? We live in our sweet home. Animal friends also have home. Cow and goat live in a shed. A dog lives in a kennel. Hen has a coop and horse has a stable. King of forest is the lion who has got a den. Biggest land animal is elephant. Tallest animal is giraffe. Both live under the trees. Everyone has got sweet home. സ്വീറ്റ് ഹോം. അപ്പൊ ആ രീതിയിലൊക്കെ എഴുതി. അപ്പൊ കുട്ടികൾക്ക് അവർക്ക് അതിൽ നിന്നൊരു നോളജും കിട്ടും. കാരണം അവരുടെ KG സെഷനിലൊക്കെ എക്സാമിന് ചോദിക്കുന്നതാ ഈ ഓരോ അനിമൽസിന്റെയും വീട്, അങ്ങനെ ചോദിക്കാറുണ്ടല്ലോ. മാം, ഇതിന്റെ പപ്പീസിനെയൊക്കെ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് സോങ് ആക്കാൻ പറ്റില്ലേ? ആക്കാൻ പറ്റും. അപ്പൊ അതിന്റെ കിഡിന്റെ പേരുകൾ അല്ലെ, അതെ. ഗോട്ട്, ലാംബ്, അതുപോലെ ഷീപ്പ് കിഡാന്ന് തോന്നുന്നു. അങ്ങനെ ഓരോന്ന്. മാം ഇത്ര ലൈൻ എഴുതണമെന്ന് എന്തെങ്കിലും ഉണ്ടോ? എത്ര ലൈൻ എഴുതണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? 8 to 12 ലൈൻസ് ഞാൻ ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ ക്യാപ്സൂൾ സോങ് മാത്രം 4 ലൈൻസ് മതി. ഒരു മിനിമം 8 ലൈൻസ്, ഒരു 16 ആയാലും കുഴപ്പമില്ല. കൂടുതലാവുമ്പോഴേ കുട്ടികൾ ശ്രദ്ധിക്കില്ല. അവർക്ക് ഒരു ചെറിയ സോങ്, ആ ഒരു ആക്ഷൻ നിങ്ങൾ നോക്കിയാൽ തന്നെ, നഴ്സറി റൈംസ് നോക്കിയാൽ തന്നെ കാണാം, അധികം ലൈൻസ് ഇല്ലല്ലോ. വലിയതായിട്ട് നമ്മള് വലിയ ക്ലാസ്സുകളിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മൾ പഠിക്കുന്ന റൈംസ് കുറേ ഉള്ളത് അല്ലേ? പിന്നെ ഹെൽത്തി ഹാബിറ്റ്സ് ടൈപ്പ്, അത് എളുപ്പമായിരിക്കും അല്ലെ ചെയ്യാനായിട്ട്. അതിന്റെ പിക്ചേഴ്സും കിട്ടും നമുക്ക്. early to bed, early to rise, make everyone. എന്തോ ഇത് സ്ക്രോൾ ചെയ്യാവോ? അടുത്തതാണോ പറയുന്നത്? സ്ക്രോൾ ചെയ്യാം. അടുത്തതാ പറയുന്നത് ഹെൽത്തി ഹാബിറ്റ്സ് ടൈപ്പ്. അടുത്തതെന്ന് പറഞ്ഞാൽ റൈംസിലെ അടുത്തത് ജനറൽ നോളജ് കഴിഞ്ഞിട്ട് ഹെൽത്തി ഹാബിറ്റ്സ് ടൈപ്പ്. അത് എളുപ്പമായിരിക്കും. early to bed, early to rise, make everyone healthy one, brush your teeth twice a day, make your smile white as milk, wash your hands before and after every meal, take a bath twice a day, you can feel and see best of you only. ആ രീതി. ഇത് മാം തന്നെ എഴുതിയതാണോ? അതെ, എല്ലാരും തന്നെ എഴുതണ്ടേ. നമ്മള് തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് ഈ 2 റെക്കോർഡ്, റൈംസും സ്റ്റോറിയും. അല്ല, ഇത് വായിച്ചപ്പോ അത്രയും തോന്നിയില്ല. ആണോ? അത് ഹെൽത്തി ഹാബിറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ടല്ലോ കുട്ടികൾക്ക്.
അപർണ മാം പറയുന്ന റൈമൊക്കെ വെച്ച് ഒന്ന് കണക്ട് അതെ അതെ മാം ആ നമ്പർ സോങ് പറഞ്ഞത് എനിക്ക് മറ്റേ 1 2 buckle my shoe 3 4 shut the door അത് ഓർമ്മ വന്നു. മാറ്റി. അതാണ് മാം ഇതില് മാത്രമായിട്ട് അത്ര സാമ്യം തോന്നിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഹെൽത്തി ഹാബിറ്റ്സും കൂടെ എഴുതിയിരുന്നു. അത് സാമ്യമുണ്ടോന്ന് പ്രേ ടു ഗോഡ് എവറി ഡേ ആൻഡ് എവറി ഡേ. ഹാവ് ഹെൽത്തി ഫുഡ് ഇൻ ടൈം, then only you get power. Comb your hair regularly, you can see how nice it. Trim your nails regularly, it should be good for you. Wear neat and clean clothes, then you can see how smart you. ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു സ്ട്രക്ചറോ ഗ്രാമറോ ഭയങ്കര വൊക്കാബുലറി ഒന്നും ഇല്ലല്ലോ. നെക്സ്റ്റ് അബൌട്ട് ഗ്രേറ്റ് പീപ്പിൾ, രണ്ടുപേരെ പറ്റി അത് ആ ടോപ്പിക് കണ്ടതേ ഞാൻ അന്ന് ക്ലാസ്സിലായിരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എന്റെ മനസ്സിലേക്ക് വന്നത്, എന്റെ മനസ്സിലുള്ളതും എന്റെ മനസ്സിലേക്ക് വന്ന രണ്ടുപേര് ജീസസ് ക്രൈസ്റ്റും മദർ തെരേസയാണ്. സോ എനിക്കത് ഞാൻ വളരെ എളുപ്പം ആദ്യം എഴുതിയ ഒരു റൈം ഇത് രണ്ടുപേരും, കാരണം നമ്മുടെ ഉള്ളിലുള്ളതാണ്. അപ്പൊ നിങ്ങളും അതുപോലെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഇമോഷണലി പല ഫീലിങ്സും ഉണ്ടാവില്ലേ, പല കാര്യങ്ങളും. അപ്പൊ അങ്ങനെ ആവുമ്പോ നമുക്ക് പെട്ടെന്ന് എഴുതാനായിട്ട് പറ്റും. ഓ ജീസസ്, യു സൺ ഓഫ് ഗോഡ്, he is unique and kind, he heals of wound and pain, he speaks about love only, he says you shall love your neighbors as yourself, he says love God with all your heart, soul and mind, he the love and kind. ഇത് ഒറ്റ ഇതിന്റെ എഴുതിയതാ, കാരണം അത് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് രൂപങ്ങളായിരുന്നു ജീസസ് ക്രൈസ്റ്റും മദർ തെരേസ. Mother Teresa, the symbol of love and affection, it's only you, Mother. She was always there for poor and needy. She believes she belonged to the world, always keeping smile on her face. We can feel the affection in her arms. She will show what real love can do. അവരുടെ പിക്ചേഴ്സ് നമുക്ക് കിട്ടാനും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. വളരെ സാറ്റിസ്ഫൈഡ് ആയതും ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഇഷ്ടമൊക്കെ തോന്നിയ ഒരു ഇത് ആ രണ്ടെണ്ണം എഴുതിയപ്പോഴായിരുന്നു. ഇത് പറഞ്ഞ പോലെ ഹെൽത്തി ഹാബിറ്റ്സ് ടൈപ്പ് അതൊക്കെ നമുക്ക് ഈവൻ പ്രെയർ പോലും എഴുതിയപ്പോൾ എനിക്ക് ഇത്രയൊരു ഫീല് വന്നില്ല. അബൌട്ട് അനിമൽസിന്റെ ഞാൻ എഴുതിയത് അവരുടെ സൗണ്ട് അത് വെച്ചിട്ടായിരുന്നു. ഡോഗ് ബാർക്സ്, വി ക്യാൻ മേക്ക് സോ മെനി സൗണ്ട്സ്. വി എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഹ്യൂമൻ ബീയിങ് കേട്ടോ. അനിമൽസ് ക്യാൻ മേക്ക് ദെയർ ഓൺ സൗണ്ട്സ്. ഡോഗ് ബാർക്സ്, ബൗ ബൗ ബൗ. Cat mews, അങ്ങനെ cow, sheep, horse, donkey, elephants അങ്ങനെയുള്ളതൊക്കെ. എലിഫന്റ്സിന്റെ ശബ്ദമൊന്നും ഉണ്ടാക്കിയില്ല. എലിഫന്റ്സ് trumpets loudly, lion and tiger roar aloud അങ്ങനെ പറഞ്ഞിട്ട് അവസാനിപ്പിച്ച. അവരുടെ പിക്ചേഴ്സ് കളക്ട് ചെയ്യാനും ബുദ്ധിമുട്ടില്ലായിരുന്നല്ലോ. പിന്നെ അടുത്തതിൽ എഴുതിയിരുന്നെന്ന് വെച്ചാല് ആനിമൽസിനെ കൊണ്ട്, അനിമൽ ഫ്രണ്ട്സ് അവരെ കൊണ്ടുള്ള നമുക്ക് കിട്ടുന്ന ചില യൂസസ്. കൗ ആൻഡ് ഗോട്ട് ഗീവ് us milk, so as buffalo do. Sheep gives us wool, so as make into clothes. Dog guards our home, he is too close to men. Oxen helps farmers in fields, so as to make our work easy. Wild animals live in jungle, they are really good and cute. ഇതൊന്നും ആരും കറക്റ്റ് ചെയ്യാൻ വരുന്നത്. പിന്നെ അബൌട്ട് ബേർഡ്സ്, ഇങ്ങനെ ഓരോ അവരുടെ ശബ്ദം ഉണ്ടാക്കുന്നതും പിന്നെ മുട്ടയിടുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഔൾസ് ക്യാൻ സീ ഓൺലി ഇൻ നൈറ്റ്, ദേ മേക്ക് ഹൂട്ട് ഹൂട്ട്സ് ആ സൗണ്ട്. പീകോക്ക് ഡാൻസ് ബ്യൂട്ടിഫുള്ളി, പാരറ്റ്സ് ടോക്ക് നൈസ്ലി. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. പിന്നെ പ്രെയർ സോങ്സ്. പ്രേയർ സോങ് നത്തിങ് റിലീജിയസ് ആയിട്ട് എഴുതണം അങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നു നമ്മളോട്. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തു പ്രേയർ സോങ് എഴുതുമ്പോൾ അതിനകത്ത് റിലീജിയസ് ഫീൽ വരുന്ന രീതിയിൽ ഒന്നും വരരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അതിലെഴുതിയ രണ്ടെണ്ണം ഞാൻ വായിക്കാം. ഓ ഗോഡ്, താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് us the life. താങ്ക് യു ഗോഡ് ഫോർ ഗൈഡിങ് us. താങ്ക് യു ഗോഡ് ഫോർ സേവിങ് us. താങ്ക് യു ഗോഡ് ഫോർ the food we eat. Thank you, God, for the birds that sing. Thank you, God, for the flowers that bloom. Thank you, God, for everything. നമ്മളൊരു പവറിനെ
വർഷിപ്പ് ചെയ്യുന്ന പോലെയാണ് ഞാൻ പ്രെയർ എഴുതിയത്. ഞാൻ രണ്ടാമത് എഴുതിയ പ്രെയർ ആയിരുന്നു ഞങ്ങളുടെ ബാച്ചില് ആ ഒരു 1 ഇയർ ഞങ്ങള് ക്ലാസ് തുടങ്ങുമ്പോൾ ഞങ്ങളെല്ലാരും പ്രെയർ ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു. എല്ലാരും പ്രെയർ എഴുതിയിട്ട് നമ്മളിങ്ങനെ സർക്കിൾ ആയിട്ട് ഇരിക്കുക, പാസ് ചെയ്യും നമ്മുടെ ബുക്ക്. അപ്പൊ എല്ലാരും മറ്റുള്ളവരുടെ പ്രെയർ വായിക്കും. എന്നിട്ട് പിന്നെ വോട്ടിങ് ഏറ്റവും നല്ല പ്രെയർ. എനിക്ക് ബാക്കിയുള്ള എല്ലാവരുടെയും വോട്ട് കിട്ടിട്ടോ. ഞാൻ വേറെ ആരുടെയും പ്രെയറിനെ വോട്ട് ചെയ്തത്. സോ അതുകൊണ്ട് എന്റെ പ്രെയർ ആയിരുന്നു സെലക്ട് ചെയ്തത് വായിക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ആ പ്രെയറിന് വലിയ ടോണൊന്നുമില്ല. എന്നോട് മ്യൂസിക് ഒക്കെ ചെയ്യാനായിട്ട് മാം പറഞ്ഞു. അപ്പൊ എനിക്ക് തന്നെ ഭയങ്കര മ്യൂസിക് ഒന്നും കിട്ടിയൊന്നുമില്ല. അപ്പൊ ആ പ്രെയർ ഇതായിരുന്നു. അതെയും ചോദിച്ചോ? ആ പ്രെയർ ഇതായിരുന്നു. വെൻ സൺ ഷൈൻസ് ഫീലിംഗ് ഗുഡ്, then sorrows will go away. When moon lights feeling good, then calmness will fill in heart. When stars twinkle feeling good, then smile comes on the face. When breeze blows feeling good, then peace will come on mind. When flowers bloom feeling good, then fragrance spread all over. When birds sing feeling good, then sweetness will hear around. When lamp brights feeling good, then shine comes on the face. When all together doing well, then happiness forever. എന്റെ മോൾ ഒരു 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് 7th or 8th, ഐ ഡോണ്ട് റിമെമ്പർ, അവള് സ്കൂളില് റെസിറ്റേഷന് ചേർന്നു ഇംഗ്ലീഷ്. അപ്പൊ അവള് ചോദിച്ചു ഏത് ഞാൻ പാടും ചോദിച്ചു. ഞങ്ങൾ നീ ഇത് പാടിക്കോളാൻ പറഞ്ഞു. അവൾ ഇത് തന്നെ പാടി 3rd പ്രൈസ് കിട്ടിട്ടോ. ബാക്കി എല്ലാരും വേർഡ്സ്വർത്തിന്റെയും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ പോയംസ് ആയിരുന്നു. അവൾ പറഞ്ഞത് എന്റെ അമ്മ എഴുതിയതാണെന്ന് പറഞ്ഞിട്ട് അവളത് പ്രസന്റ് ചെയ്തു. 3rd പ്രൈസ് കിട്ടി. അത് പ്രൈസ് കിട്ടേണ്ടിയല്ല, അവൾക്ക് ആ ഒരു കോൺഫിഡൻസ് വേണ്ടി. അവള് പറഞ്ഞില്ലല്ലോ പിന്നെ ഞാൻ ഇതാണോ അങ്ങനെ പറഞ്ഞിട്ട് അവള് വളരെ ഹാപ്പി ആയിട്ട് അത് പോയി പറഞ്ഞു. അത് ഓക്കെ. അപ്പൊ അതായിരുന്നു ദാറ്റ്സ് എൻഡ് ഓഫ് ദാറ്റ് റെക്കോർഡ്. അപ്പൊ അതിനൊക്കെ പറ്റിയ ഒരു പിക്ചേഴ്സ് ഒക്കെ കിട്ടിട്ടോ. സെക്യുലറിസം, യെസ്, ആ ഒരു മൊമെന്റ് ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ ഇതായിരുന്നു ആ റെക്കോർഡ്. ഒരു റെക്കോർഡ് പറയാനുള്ള സമയം നമുക്ക് കിട്ടിയുള്ളൂ അല്ലെ. നെക്സ്റ്റ് വൺ ഇതുപോലെ തന്നെ സ്റ്റോറീസ് ആണ്. ഭയങ്കര രസമായിരിക്കും കേട്ടോ സ്റ്റോറി എഴുതാൻ തുടങ്ങുമ്പോൾ. റൈംസിനേക്കാളും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. നമ്മള് അത് കഴിയുമ്പോൾ നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു ഭയങ്കര ഒരു ആത്മാഭിമാനം, ഒരു സെൽഫ് കൺസെപ്റ്റ്, ഒരു സെൽഫ് ലവ് ഒക്കെ കൊടുക്കും. ഞാനിത് ചെയ്തല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ഒന്ന് അഭിനന്ദിക്കും അതൊക്കെ കഴിയുമ്പോഴേക്കും. സോ അതൊക്കെ ഒരു നമുക്ക് ഭയങ്കര ഒരു ഫീലാ. അതുകൊണ്ട് തന്നെയാണല്ലോ ഒരു 8 വർഷമായിട്ട് ഞാൻ ഇതൊന്നും കളയാതെ വെച്ചിരിക്കുന്നത്. ഞാൻ എവിടെയെങ്കിലും നോക്കി കോപ്പി പേസ്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അത് ആക്രിക്ക് കൊടുത്തേനെ. ഞാൻ കയ്യിൽ വെക്കില്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് അസൈൻമെന്റ് ബുക്ക് ഓരോ സബ്ജക്റ്റിനും ഓരോന്നുണ്ടായിരുന്നു. ഞാൻ അത്രയും നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ചുമ്മാ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ കോപ്പി പേസ്റ്റ് ആയിരുന്നു. അപ്പൊ അതിൽ നിന്നും ഏറ്റവും നല്ലൊരു അസൈൻമെന്റ് ബുക്ക് മാത്രം എടുത്തത്, ബാക്കിയൊക്കെ ഞാൻ എവിടെയോ ഡംപ് ചെയ്തു. പിന്നെ ഞാൻ തരുന്ന അസൈൻമെന്റ് അല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിപ്പോ ന്യൂട്രീഷൻ ഡേയിൽ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ളതല്ലേ, ആ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം നിങ്ങൾ ആഡ് ചെയ്യും എന്നുള്ളത്. അത് എനിക്ക് എക്സാമിന് വന്നതായിരുന്നു. ഫസ്റ്റ് യൂണിറ്റിൽ ഞങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിരുന്നു. ആകെ 10 ക്വസ്റ്റ്യനെ ചോദിക്കുള്ളൂ. ഓരോന്നിനും 6 മാർക്ക്, 60 മാർക്കില്. ബാക്കി ഞങ്ങളുടെ 40 മാർക്സ് പ്രാക്ടിക്കൽസ് എന്നുള്ളതും ഒക്കെ വെച്ചിട്ടാണ് ബാക്കിയുള്ള മാർക്സ് ഇടുന്നത്. അപ്പൊ അങ്ങനെ അപ്പൊ എനിക്ക് പരീക്ഷയ്ക്ക് വന്നതാണ് ആ ടൈപ്പ് ആ ക്വസ്റ്റ്യൻസും അതുപോലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങളുടെ ഓരോരോ ടോപ്പിക് ആവുമ്പോഴാണ് ഞാൻ അസൈൻമെന്റ് ആയിട്ട് തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഓഫ്ലൈൻ കോഴ്സും ഓൺലൈൻ കോഴ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഒട്ടും ഫീൽ ചെയ്യില്ല. കാരണം യു ഓൾറെഡി അപ്പിയർഡ് ഫോർ ദാറ്റ് ഓഫ്ലൈൻ എക്സാം. ആ രീതിയിൽ അസൈൻമെന്റ് വരും. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, നമ്മൾക്ക് ടെക്സ്റ്റിൽ നിന്നും ഡയറക്റ്റ് അല്ല വരുന്നത്, എല്ലാം ഒരു ആപ്ലിക്കേഷൻ ലെവലിലാണ്. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ കുറെ പഠിക്കാനുണ്ടായിരുന്നു. നിങ്ങൾ പഠിച്ച പോലെ ഫാറ്റ്സും വൈറ്റമിൻസും അതും ഇതും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പഠിച്ചു. പക്ഷെ ക്വസ്റ്റ്യൻ വന്നതോ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ എന്ത് പ്രസന്റ് ചെയ്യും, അതാണ്. അയ്യോ, ഔട്ട് ഓഫ് സിലബസ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വി ഓൾറെഡി വെൻ ത്രൂ ദാറ്റ്. നമ്മൾ അതെല്ലാം പഠിച്ച് വായിച്ചൊക്കെ പോയി. ബട്ട് ക്വസ്റ്റ്യൻ വന്നിങ്ങനെയാണ്. പിന്നെ പ്രീ സ്കൂൾ മാനേജ്മെന്റ് അതിന്റെ വന്നപ്പോ
നമുക്ക് കണ്ടന്റ് വരുന്നത് സ്കൂളിന്റെ കോമ്പൗണ്ട് എങ്ങനെയായിരിക്കണം, പ്രിമിസസ് എങ്ങനെയായിരിക്കണം, കുട്ടികൾക്ക് എന്തൊക്കെ അവർക്ക് വേണ്ടുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയായിരിക്കണം, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഞങ്ങൾക്ക് വന്ന ക്വസ്റ്റ്യൻ ഒരു സ്കൂളിന്റെ സ്കെച്ച് വരയ്ക്കുക. കിട്ടിപ്പോയില്ല അല്ലെ? നമ്മൾ അതൊന്നും പ്രതീക്ഷിച്ചല്ല പഠിച്ചിട്ട് പോകുന്നത്. പക്ഷെ സ്കൂളിന്റെ സ്കെച്ച് വരയ്ക്കാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ സ്കൂളിന്റെ സ്കെച്ച് വരച്ചു. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് നല്ല പോലെ ഫ്രഷ് എയർ, വാട്ടർ ഫെസിലിറ്റി, പ്ലേ ഗ്രൗണ്ട് എല്ലാം വേണം, ക്ലാസ് റൂം അങ്ങനെയായിരിക്കണം ഇങ്ങനെയായിരിക്കണം. പിന്നെ നമ്മൾ ഇരുന്ന് വരച്ചു. അങ്ങനെയാണ് ശരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം ആ ഒരു അത് അറിയാതെ പോകരുത് എന്നുള്ളത് കൊണ്ടാണ് അസൈൻമെന്റ്സ് ഇങ്ങനെ തരുന്നത് കേട്ടോ. മനസ്സിലായോ? യെസ്. എന്താണ് ഗ്ലിറ്റർ പേനയുടെ കാര്യം പറഞ്ഞില്ലേ ഉപയോഗിച്ചിട്ട്, പക്ഷെ ഞാൻ അത് ഹെഡിങ് കൊടുത്തപ്പോ എനിക്കത് ഇളകി പോകുന്നു മാം. എനിക്ക് സ്കെച്ചാണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്. ഇനിയിപ്പോ എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് ഞാൻ വരഞ്ഞത് എനിക്ക് അതില് ഇളകി പോയിട്ട് മറ്റു പേജിലൊക്കെ ഒട്ടിപ്പിടിച്ച പോലെയൊക്കെ ആയിരുന്നു. കുഴപ്പമില്ല ജ്യോതി. കാരണം എന്താണെന്ന് വെച്ചാലേ എനിക്ക് ചിലപ്പോ നല്ല സ്കെച്ച് ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാനൊക്കെ സാധാരണ സ്കെച്ച് ഒരെണ്ണം ഉപയോഗിച്ചപ്പോ എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നി. അതാണ് ഞാൻ പറഞ്ഞത്. കണ്ട ഇവിടെ ഞാനൊരു ബേർഡിനെ വരച്ചിട്ടുണ്ടേ, കളർ ചെയ്തിരിക്കുന്ന ഓയിൽ പേസ്റ്റൽസ് വെച്ചിട്ടാ. പക്ഷെ ഞാൻ ചെയ്ത ഒരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഔട്ട്ലൈൻ കൊടുത്ത ബ്ലാക്ക് കണ്ടോ ബേർഡിന്റെ, അത് ഞാൻ സ്കെച്ച് പെൻ യൂസ് ചെയ്തു. അപ്പൊ നോക്ക്, ബാക്ക് സൈഡ് നോക്കിക്കേ, ബാക്കിൽ ഞാൻ എഴുതിയ പോർഷനിൽ അത് തെളിഞ്ഞു കാണുന്നുണ്ടോ? അതെ മാം, അതെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. ആ പടം മാം ആണോ? ആ ബേർഡിനെ ഞാൻ ട്രേസ് ചെയ്താണേ. മാം ഒന്ന് കറക്റ്റ് ആയിട്ട് കാണിക്കോ? പകുതി കാണാം. ഇപ്പൊ കാണാം. ഇച്ചിരി ബാക്കോട്ടേക്ക് വെക്കൂ. ബാക്കോട്ടേക്ക് വെക്കാൻ എന്താ ചീത്ത ഓക്കെ. എനിക്ക് ഇതായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് ഇങ്ങനെ ബാക്കിൽ അതൊരു മാർക്കായിട്ട് വന്നപ്പോ ഞാൻ അവിടെ നിർത്തി. സ്കെച്ച് പിന്നെ യൂസ് ചെയ്തില്ല. ഞാൻ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കെച്ച് കൊണ്ട് ഔട്ട്ലൈൻ കൊടുത്തത്. പക്ഷെ അതെങ്ങനെ ഒരു പ്രശ്നം വന്നു. പിന്നെ ഞാൻ യൂസ് ചെയ്ത ഗ്ലിറ്റർ പെൻ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാനൊന്ന് കാണിച്ചു തരാം. ഞാൻ ഈ ടൈറ്റിൽ കൊടുത്തിട്ടില്ലേ അബൌട്ട് ബേർഡ്സ്, അതൊരു ബ്ലൂ കളർ ഗ്ലിറ്റർ പെന്നാ. അതിന്റെ താഴെ ലൈൻ ചെയ്തിരിക്കുന്ന ഒരു ഗോൾഡൻ കളർ ഗ്ലിറ്റർ പെന്നാ. നേരിട്ട് കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ മാം. അറിയില്ലല്ലോ കളർ പെൻ. ഇപ്പോഴും അതിന് നല്ലൊരു ഒരു ഗ്ലിറ്ററിങ് എഫക്റ്റ് മാറിയിട്ടില്ല. അത് അങ്ങനെ തന്നെയുണ്ട്. ഇതിനെനിക്ക് പ്രശ്നം തോന്നിയില്ല. ചിലപ്പം നല്ല സ്കെച്ച് ആയിരിക്കും കേട്ടോ. നല്ല സ്കെച്ച് ആണെങ്കിൽ യു ക്യാൻ യൂസ്. പറഞ്ഞില്ലേ മാം? അതൊന്ന് കാണിച്ചില്ലേ? ഓയിൽ പേസ്റ്റ് ചെയ്ത് പറഞ്ഞില്ലേ മാം? ഈ ബേർഡിനെ കളർ ചെയ്തിരിക്കുന്നത് ഓയിൽ പേസ്റ്റൽസ് വെച്ചിട്ടാ. സാധാരണ വാക്സ് ക്രയോൺസിനേക്കാളും ഓയിൽ പേസ്റ്റലിന്റെ കൂടെ ഒരു സ്ക്രിബർ എന്താ ഒരു സാധനം കിട്ടില്ലേ, ഉരച്ചൊരച്ച് എക്സസ് വാക്സ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അതാവുമ്പോ നമ്മുടെ പേപ്പറിൽ അതിങ്ങനെ എംബോസ്ഡ് ആയിട്ട് കിടക്കില്ല. അങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഇരിക്കും. കുട്ടികൾ കളർ ചെയ്യുമ്പോൾ വാക്സ് ക്രയോൺസ് കൊണ്ട് കളർ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ അവിടെ ഇങ്ങനെ കട്ടിയായിട്ട്. അത് നമുക്ക് ഈ കളയാനായിട്ട് പറ്റും. ആ കുട്ടികൾക്ക് അറിയാൻ പറ്റൂട്ടോ മിക്കവാറും ഓയിൽ പേസ്റ്റൽസും വാക്സ് ക്രയോൺസും. അവരാ നല്ലപോലെ പറഞ്ഞുതരും. ചിലതൊക്കെ പിക്ചർ കട്ട് ചെയ്ത് ഒട്ടിക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ ഇതായിരുന്നു റൈം. റൈം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ സ്റ്റോറിയും ഇതും പറയാം. മാം ഈ ഫ്രൂട്ട്സിന്റെ പറഞ്ഞിട്ടുണ്ടോ? നല്ല എക്സാമ്പിൾ ആണ്. അല്ലെ ഫ്ലവേഴ്സിന്റെതൊക്കെ ആകുമ്പോ ഒരു ഒന്നിനെ കുറിച്ച് നമുക്ക് എഴുതാൻ പറ്റും, അല്ലെ കുറെ എണ്ണം അതിൽ ആഡ് ചെയ്യണം? ഒന്നിനെ കുറിച്ച് എഴുതാം, എങ്ങനെ വേണമെങ്കിൽ എഴുതാം. ആ ഒരു തീം എന്തിനെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത് അതാവണമെന്നേ ഉള്ളൂ. കുട്ടികൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടണം, അവർക്ക് കുറെ കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലാവണം, അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിലെ ബാക്കി സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട് മുനീറാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നിങ്ങളെ കൊണ്ടൊരു സർവേ ചെയ്യിപ്പിക്കാൻ. എന്തായാലും മോണ്ടിസോറി മെത്തേഡ് ആയിട്ട് മതി. സൈൻ ഔട്ട് ആയിക്കോ.
കുഴപ്പമില്ല രസ്ത, ക്രയോൺസ് വെച്ചിട്ട് കളർ ചെയ്തിട്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അല്ലെങ്കിൽ അതിൽ തന്നെ മറ്റേ സ്ക്രബ്ബർ വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. പ്ലാസ്റ്റിക് ക്രയോൺസ് പറഞ്ഞൊരു സംഭവം കിട്ടും. അതിന്റെ കൂടെ റബ്ബർ ഉണ്ടാവും, തെറ്റി കഴിഞ്ഞാൽ മായ്ക്കാനൊക്കെ പറ്റും. അത് ഇത്ര സാധാ പണ്ടത്തെ ക്രയോൺസിന്റെ അത്ര ഡാർക്ക് ഷെയ്ഡ് വരില്ല. പെൻസിൽ കളർ ഞാൻ ചെയ്തത് ഇങ്ങനെ വരച്ചു വെച്ചതായിരുന്നു, ക്രയോൺസ് വെച്ചിട്ട് ചെയ്തതാ. കുഴപ്പമില്ലല്ലോ, നീറ്റല്ലേ? നീറ്റാ. നമ്മുടെ കയ്യിലാവുന്നുണ്ടോ അതിൽ തൊടുമ്പോ? ഇല്ല അല്ല, ഒന്നുമില്ല. കുഴപ്പമില്ല. പെൻസിൽ, കളർ പെൻസിൽസ് എനിക്ക് പക്ഷെ അത് അത്ര നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയില്ല. കുട്ടികൾ ചെയ്യാറുണ്ട് കേട്ടോ, അവര് നന്നായിട്ട് ചെയ്യും. മിസ്സേ, വരയ്ക്കാൻ അറിയാത്ത ഇന്നപ്പത്താണ് എന്താ ചെയ്യേണ്ടത്? പിക്ചർ ഒട്ടിച്ചാ മതിയോ? മക്കള് വരയ്ക്കും. ഇല്ല, മക്കള് ചെറുതാ, ഒരാൾ LKG ആണ്. മതി. പിന്നെ പിന്നെ അങ്ങനെയൊക്കെ ചെയ്തോളൂ, ഒന്നും കുഴപ്പമില്ല. അതിനൊക്കെ മാർഗങ്ങളുണ്ട്. ഹസ്ബൻഡ് വരയ്ക്കോ? ഹസ്ബൻഡ് വരയ്ക്കോ എന്നുള്ളത് എനിക്കറിയാം, അതുവരെ വരച്ച് കണ്ടില്ല. ചുമ്മാ ഒരു പണി കൊടുക്ക്. ഹസ്ബൻഡിനോട് ഇത് ചോദിച്ചാൽ എന്നോട് നിന്റെ ഇതിനെ ഞാൻ പഠിപ്പിക്കാൻ പറഞ്ഞയച്ചതായി ചോദിക്കാം. നിന്റെ ഡ്യൂട്ടി നീ തന്നെ ചെയ്യണമെന്ന് പറയാ. ചോദിച്ചോട്ടാ. ഓക്കെ, സൈൻ ഔട്ട് പ്ലീസ്. ആരില്ല. സൈനായിട്ട് ആരുമില്ല. ഓക്കെ മാം, ഞാൻ പറയാം. ജോലി ചേച്ചി പറയണോ? ഒന്ന് ജോലി ചേച്ചി പറഞ്ഞു. അല്ല, രസ്ന പറയുന്നെങ്കിൽ പറഞ്ഞോ. ഞാൻ ആരും പറയാതിരുന്നോണ്ടത്. രണ്ടുപേർക്ക് സൈൻ ഔട്ട് ചെയ്യാം. ഞാൻ അങ്ങനെയാ പറഞ്ഞത്. സൈൻ രണ്ടുപേരും. ഓക്കെ, സൈൻ ഔട്ട് ഞാൻ പ്രിപ്പയർഡ് അല്ല, അതുകൊണ്ട് കോഡ്സ് ഒന്നും പറയുന്നില്ല. നമ്മളെ ഇത്രയും നന്നായിട്ട് നല്ലൊരു അടിപൊളി പ്രയർ നമുക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ പ്രസന്റ് ചെയ്ത സിനുവിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ്. പിന്നെ കോഡ്സ് പറഞ്ഞ രേഷ്മ ആൻഡ് നല്ലൊരു സൈനി നല്ലൊരു കവിത ചൊല്ലിയിട്ട് തുടങ്ങിയ നമ്മുടെ ധന്യ ചേച്ചി ഫുൾ പവർ ആയിരുന്നു. പിന്നെ റെക്കോർഡ്സിന്റെ കുറിച്ച് തലപൊളിഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ മാം സെക്കൻഡ് റെക്കോർഡും കൂടെ പറഞ്ഞു തന്നുകൊണ്ട് അതൊന്നുകൂടെ ക്ലിയർ ആയി. ഓക്കെ, എല്ലാം കൂടെ എല്ലാം ഇന്നത്തെ ക്ലാസ് ഒക്കെ പെട്ടെന്ന് 1 മണിക്കൂർ തീർന്നുപോയി, ടൈം ഒരു കിട്ടുന്നേ ഇല്ല ഇപ്പൊ. സോ നല്ല എൻഗേജിങ് ആക്കി നമ്മുടെ ക്ലാസ് എല്ലാം എല്ലാരും കൂടെ. എനിവേ, എല്ലാവർക്കും ഒന്നിച്ച് താങ്ക്സ് ആൻഡ് സൈൻ ഔട്ട് ബൈ റസ്ന. താങ്ക് യു മാം. ജോളി, സൈൻ ഔട്ട് പ്ലീസ്. തല പുകഞ്ഞിരിക്കുന്നതിനൊരു ആശ്വാസം എന്നോണം ഞാനൊരു തോമസ് ആൽവ എഡിസന്റെ ലൈഫ് ഹിസ്റ്ററിയെ സംബന്ധിച്ച് ഒരു 2 പോയിന്റ് പറയാമെന്ന് വിചാരിക്കാം. അതിന് ഞാനൊരു റെസ്പെക്റ്റഡ് മാം ആൻഡ് ഓൾ ദ ക്ലാസ്മേറ്റ്സ്, ലൈഫ് ഹിസ്റ്ററി ഓഫ് തോമസ് ആൽവ എഡിസൺ. അതിന് ഞാനൊരു ടൈറ്റിൽ കൊടുക്കാം, ഡോണ്ട് ബാക്ക് ഡൗൺ, യു ക്യാൻ ഡു ഇറ്റ്. ആരും നിങ്ങൾ പുറകോട്ട് പോകാതെ പിന്മാറാതെ ട്രൈ ചെയ്യുക, നമുക്ക് സാധിക്കും. എന്നെയും കൂടെ ചേർത്ത് പറയാ, എന്നെ കൊണ്ടൊന്നും സാധിക്കത്തില്ല. എന്നെയും കൂടെ ചേർത്ത് നമ്മുടെ തലവകച്ചിലൊന്ന് മാറാൻ വേണ്ടി ഞാൻ പറയുക തോമസ് ആൽവ എഡിസനെ പറ്റി. ഓരോ തവണ തോമസ് ആൽവ എഡിസൺ തന്റെ ശ്രമങ്ങൾ പരാജയപ്പെടുമ്പോഴും നിരാശപ്പെടാതെ തന്റെ പ്രതീക്ഷ കൈവിടാതെ മുന്നേറി അവസാനം തന്റെ ശ്രമം വിജയിക്കുന്നതായിട്ട് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. 100 കണക്കിന് തന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടിട്ടാണ് അവസാനം ബൾബ് കണ്ടുപിടിച്ച ഒരു ലോകം അറിയപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനായിട്ട് പുള്ളി മാറിയത്. അദ്ദേഹത്തിന് ധാരാളം കഴിവുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, തന്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പഠിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് പുറത്താക്കിയിരുന്ന ചരിത്രം വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം തന്റെ സ്വപ്നങ്ങളൊന്നും കൈവിട്ടില്ല. അവസാനം തോമസ് ആൽവ എഡിസന് തന്റെ ദുർബലാവസ്ഥകളോ അല്ലെ തന്റെ പലതവണ താൻ പരാജയപ്പെട്ടിട്ട് അത് തന്നെ പ്രതീക്ഷ കൈവിടുകയോ അല്ലെങ്കിൽ തന്നിലുള്ളതായ കഴിവുകളെ താൻ തന്നെ ഡൗൺ ആക്കി കളയാതിരിക്കുകയോ ഒക്കെ ചെയ്യാതെ തന്നെ വീണ്ടും താൻ പരിശ്രമിച്ച് തന്റെ ഒരുപാട് കഴിവുകൾ താൻ പുറത്തു കൊണ്ടുവന്നതിന്റെ ഫലമായിട്ട് അദ്ദേഹം എത്ര തവണ പരീക്ഷിക്കപ്പെട്ടു എങ്കിലും
അദ്ദേഹം അവസാനം ഒരു ലോകമറിയപ്പെട്ട ബൾബ് കണ്ടുപിടിച്ച ഒരു ശാസ്ത്രജ്ഞനായിട്ട് മാറി. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയത്തില്ല, നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു നിമിഷം, ആ നിമിഷം നമ്മളെ കൊണ്ട് എന്തു പറ്റും, എങ്ങനെ കഴിയും, എന്ത് നമ്മളെ കൊണ്ട് സാധിക്കും, ഡൗൺ നമ്മൾ ചിന്തിക്കുക. ആ മൈൻഡ്, ആ വേർഡ്സ് നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നേ, നമ്മളെ പോസിറ്റീവ് തിങ്കിങ് നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിനെ സെറ്റാക്കി കൊണ്ടുവന്ന് പോസിറ്റീവ് തിങ്കിങ് തരുന്നവരോട് നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റാക്കി കൊണ്ടുപോയി നമുക്ക് പറ്റുന്നത് നമ്മൾ തന്നെ നമ്മളെ ഡിസ്കവറി ചെയ്ത് കണ്ടുപിടിച്ചാൽ നമ്മളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കാണും. അത് നമ്മൾ തന്നെ പുറത്തു കൊണ്ടുവന്നാൽ നമ്മളെയും ചിലപ്പോൾ അറിയപ്പെട്ടവരാക്കി തീർക്കാൻ അതൊരു കാരണമായി മാറും. ഇപ്പൊ മാം ഇത് പറയുമ്പോൾ ഞാൻ എപ്പോഴും മാം ഇതൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും, ഈ വയസ്സുമായി ഇനി ഇപ്പൊ എന്തെല്ലാം ജീവിതത്തിന്റെ ഭാരങ്ങള്, ഇതൊന്നും നടക്കത്തില്ല, എന്നെ കൊണ്ട് എങ്ങനെ പറ്റാനാ ഇനിയിപ്പൊ. പക്ഷെ ഞാനാണെങ്കിൽ ഇപ്പൊ അറിയാൻ വേണ്ടി സാർ അസൈൻമെന്റ് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊക്കെ എഴുതി വരുന്നോ, ഇത്ര എഴുതിയതിന് ഇനി മാം ഇടക്ക് പറയോ, ഒത്തിരി എന്താണ്ടൊക്കെ എവിടുന്നൊക്കെ കോപ്പി പേസ്റ്റ് അല്ലാതെയും അറിയാവുന്നത് എല്ലാം കൂടെ ഒത്തിരി. ജയദേവ് സാർ അസൈൻമെന്റ് പിന്നെ എനിക്കറിയില്ല എന്തോ ആഡ് ചെയ്യാനൊക്കെ പറഞ്ഞപ്പോ ഇതെങ്ങനെയാ ചെയ്യുന്നത്, എന്തോ ചെയ്യുന്നത്. അവസാനം ജയദേവ് സാറിന്റെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് ഞാൻ വിചാരിച്ചു, ഇത്രയൊക്കെ എഴുതി ശരിയാണോ, ഇനി അതിന്റെ ഒരു മാർക്ക് കിട്ടിയെങ്കിലേ ഒരു മനസ്സിൽ സാറ്റിസ്ഫാക്ഷൻ. ഓരോ കാര്യം ചെയ്യുമ്പോൾ നേരവും ഞാൻ അങ്ങനെ ആയിരിക്കും. ഇവിടെ ആദ്യം മൈക്കളക്ഷൻ ബുക്ക് പറഞ്ഞപ്പോഴും അങ്ങനെ, ഞാൻ എന്താ ചെയ്യുന്നത്, എങ്ങനെയാണ്, ഇനി എന്റെ കഴിവ് ഞാൻ എങ്ങനെയെങ്കിലും അത് ട്രൈ ചെയ്യുന്നു, പരിശ്രമിക്കുന്നു. എന്നെ നെഗറ്റീവ് ചിന്തോട്ട് കൊണ്ടുവരുന്നവരിലേക്ക് ഞാൻ എൻ്റെ മൈൻഡ് സെറ്റാക്കാനായിട്ട് വിട്ടുകൊടുക്കത്തേ ഇല്ല. എൻ്റെ മൈൻഡിനെ എന്നിലേക്ക്, എനിക്ക് പോസിറ്റീവ് തോട്ട് തരുന്നവരിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നു, ഞാനത് ട്രൈ ചെയ്യുന്നു. പക്ഷെ എനിക്ക് ലാസ്റ്റ് അത് നല്ലൊരു സക്സസ് എൻ്റെ മൈൻഡിന് എനിക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റാക്കി കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് മുമ്പിലും അതേപോലെ അനുഭവമുള്ള എത്രയോ പേര് കാണും, അവരെ തന്നെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഇപ്പൊ മാം ഒരു എക്സാമ്പിൾ ടീച്ചറിന്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം നമ്മളെ തന്നെ കറക്റ്റ് ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ കറക്റ്റ് ആക്കാനായിട്ട് പറ്റൂ. ഏത് കാര്യവും നമ്മളെ ഡെവലപ്പ് ആക്കുക, കറക്റ്റ് ആക്കുക, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക. അതിൽ കൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. അത് ദൈവം നമുക്ക് അതിനുള്ള കഴിവും കൃപയും എല്ലാം തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും നേരം ഇത് പറയാൻ അവസരം ഒരുക്കിയ ഇൻസ്റ്റിറ്റ്യൂഷനോടും മാമിനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ഓക്കെ, താങ്ക് യു ജോഡി, താങ്ക് യു. ഓക്കെ, ബൈ. താങ്ക് യു മാം. 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 കയറാറായോ? എന്തോ അടുത്ത ക്ലാസ്സിൽ കയറാറായോ? എനിക്ക് 1:30 ക്ലാസ്സിന്. കൊറേ ആയില്ലേ മാം? ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുമായിരുന്നേ. ആക്ച്വലി ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോഴേക്കും എനിക്ക് എന്നെ തന്നെ കാണുമ്പോൾ എനിക്ക് പേടിയാവും. അതുപോലത്തെ അവസ്ഥയായി പോകും. ഇങ്ങനെ ഭയങ്കര ഹെഡേക്കും ഇങ്ങനത്തെ. പിന്നെ വേഗം പോയി കുളിച്ചിട്ടാണ് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് ഓടി കയറിയത്. സ്റ്റാറ്റസ് ഒക്കെ കണ്ടപ്പോ തോന്നിയായിരുന്നു മൊത്തം എന്തോ തലപുകഞ്ഞൊരവസ്ഥയിലാണെന്ന് ഇപ്പൊ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഡോളസെന്റിന്റെ ഒരു ഇഷ്യൂ, അതിനെ പറ്റി ഒരു ഡിസ്കഷന് പോയിരുന്നു. അതിനുശേഷമാണ് ഭയങ്കര സ്ട്രെസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. പക്ഷെ വേറൊരു പ്രൗഡ് മൊമെന്റ് ഉണ്ടായത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഡെലിഗേറ്റ്സ് ഉണ്ടായിരുന്നു. ലൈക് ക്രൈം ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസേഴ്സ്, CBI ഓഫീസേഴ്സ്, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലോയേഴ്സ്, പിന്നെ പല സ്കൂളുകളിലെയും പ്രിൻസിപ്പൽസ്, ടീച്ചേഴ്സ്, പല ഫീൽഡിലുള്ളവർ, സൈക്കോളജിസ്റ്റുകൾ, സൈക്കോ തെറാപ്പിസ്റ്റുകൾ, അങ്ങനെ കുറെ പേരുള്ള ഒരു അവിടെ ഡിസ്കഷന് പോവുക ചെയ്തത്. അവിടെ ചെന്നപ്പോ മനസ്സിലുണ്ടായിരുന്ന പല കാര്യങ്ങളുമായിരുന്നു ഇതിന് സൊല്യൂഷൻ ആയിട്ട് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്തത് അവര്. എനിക്കത് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മളുടെ മനസ്സിലുണ്ടായിരുന്ന പല കാര്യങ്ങളായിരുന്നു. അതായത് പ്യുവർ മോണ്ടിസോറി മെത്തേഡ് ആയിരുന്നു ഈ അഡോളസെന്റ് ഇഷ്യൂസിന് അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ. അവർക്ക് മോണ്ടിസോറി മെത്തേഡ് അറിഞ്ഞിട്ടില്ല. ഇത്രയും പേര് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു വന്നപ്പോ കൺക്ലൂഡ് ചെയ്തതെല്ലാം കണക്ട് ചിൽഡ്രൻ വിത്ത് നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുക, ലൈഫ് സ്കിൽസ് ട്രെയിൻ ചെയ്യുക, ഇതൊക്കെയായിരുന്നു വന്നത്. എല്ലാം മോണ്ടിസോറി മെത്തേഡായിരുന്നു. സോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം വേറൊന്നുമല്ല, ഞാനിത് കുറെ പേർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. ആ സമയത്താണ് ആ ടീച്ചറുടെ ഫോൺ കോൾ എനിക്ക് വന്നത്. അപ്പൊ അതോടുകൂടി എനിക്ക് ഭയങ്കര സങ്കടമോ ഭയങ്കര വിഷമായി പോയി അത് കേട്ടപ്പോ. ഒരു ഓൾ ദ ബെസ്റ്റും ഒരു ബൈയും പറഞ്ഞിട്ട് ഫോൺ വെച്ചത് ടീച്ചറുടെ അടുത്ത്. ഒന്ന് ആലോചിക്കും, ഇരുന്നൊന്ന് ആലോചിക്കും എന്ന് പറഞ്ഞു. ടീച്ചർ ഒന്ന് ആലോചിച്ചിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞു.
അപ്പൊ അങ്ങനെ അതിന്റെ ആ ഒരു 2 NGOയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് കൂടും, ഒന്ന് മെറ്റമോർഫോസിസ്. കൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഷ്യസ് പ്രഗ്നൻസി, മൈൻഡ്ഫുൾനെസ് ആൻഡ് കോൺഷ്യസ് പാരന്റിങ്. ഇത് ശരിക്കും പ്രഗ്നന്റ് ആകുമ്പോൾ അമ്മ ആകുന്ന സമയത്ത്, പക്ഷെ അതിനേക്കാൾ മുന്നേ വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. വേറൊന്നുമല്ല, ഒരു പ്രോസസ് നടക്കുമ്പോൾ ആ ഒരു ജീവന്റെ തുടിപ്പ്, ആ ഒരു എംബ്രിയോ ഫോം ചെയ്യുമല്ലോ, ആ പ്രോസസ് കൺസീവ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ തുടങ്ങി ഇവരെ സപ്പോർട്ട് ചെയ്യണം, ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ. ലൈഫ് പാർട്ട്നേഴ്സ് ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് നമ്മളൊരു സപ്പോർട്ട് കൊടുത്തു വരണം. കാരണം ആ ഒരു സമയം തുടങ്ങി കുട്ടി ഡെവലപ്പ് ചെയ്യുക. ആ ശരിയായ എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ ആ കുട്ടി ഡെവലപ്മെന്റ് ശരിയായ രീതിയിൽ പോവില്ല. അതായത് അയാളുടെ ഒരു ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചു വന്ന് അയാളുടെ ഒരു ഇത് തീർക്കുന്ന ടൈമിൽ ആവരുത് ആ ഒരു എംബ്രിയോ, ആ ജീവന്റെ തുടിപ്പ് തുടങ്ങും. അങ്ങനെ ആ രീതിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. മെറ്റമോർഫോസിസ് വേറെ ഒന്നുമില്ല, നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് തന്നെ. ലൈക്ക് കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ നമുക്കറിയാലോ ബട്ടർഫ്ലൈയുടെ മെറ്റമോർഫോസിസ്, പരിണാമ സിദ്ധാന്തം നമ്മൾ കേട്ടിട്ടില്ലേ? ബട്ടർഫ്ലൈയുടെ ആ ഒരു ബട്ടർഫ്ലൈ ലാർവ അത് മുട്ട വിരിഞ്ഞ് കാറ്റർപില്ലർ ആകുന്നു. കാറ്റർപില്ലറിന്റെ ഇലയൊക്കെ കഴിച്ച് മാക്സിമം വയറ് നിറച്ചിട്ട് പ്യൂപ്പ അവസ്ഥയിൽ ഇരിക്കുന്നു. അതിന് നമ്മൾ കുത്തി പൊട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബട്ടർഫ്ലൈ നമുക്ക് കിട്ടില്ല. അത് തന്നെ അതിനകത്ത് ഇരുന്ന് സമയമെടുത്ത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴാണ് ബ്യൂട്ടിഫുൾ വിങ്സ് ഉള്ള ബട്ടർഫ്ലൈ ആയിട്ട് പറന്നു വരുന്നത്. അതുപോലെ തന്നെയാണ് ഹ്യൂമൻ ബീയിങ്. അപ്പൊ അതുപോലെ ആ കുഞ്ഞുങ്ങളെ അതുപോലെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ അങ്ങനെ മെറ്റമോർഫോസിസ് ഒരു NGO ഉണ്ട്. അത് സ്കൂളുകളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, വീടുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യും. കുട്ടിയെ ലൈഫ് സ്കിൽസ് ട്രെയിൻ ചെയ്യാൻ നമ്മുടെ കിച്ചണിലേക്ക് കൊണ്ടുപോകും. കുട്ടിയുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കുട്ടിയെ കിച്ചണിൽ തന്നെ പാരന്റ്സ് ആദ്യം പഠിപ്പിക്കുന്നു, സ്കൂളിൽ വരുമ്പോൾ വേറെ. അപ്പൊ ആ രീതിയിൽ നമ്മൾ ചെയ്തു പോയാൽ ഇനി വരുന്ന ജനറേഷൻ നല്ലൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളവരാകും. പലപ്പോഴും അതിന്റെ പ്രിപ്പറേഷനില്ല, സിലബസ് പ്രിപ്പറേഷനും ഒക്കെയാണ്. അപ്പൊ അതിന് വേണ്ടുന്നൊരു ലൈഫ് സ്കില്ലിന്റെ മോഡ്യൂൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഞാനാണ്. അതിന്റെ കുറെ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യണം. നമ്മളും വളരണമല്ലോ, നമ്മൾ അപ്ഡേറ്റഡ് ആയാലാണ് നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്കെല്ലാം അറിയാം, ഐ ക്യാൻ ഡു ദിസ് എന്നുള്ള രീതിയിൽ ഇരുന്നാൽ ശരിയാവില്ല. ഐ ഹാവ് ടു നോ മോർ. ആ ഒരു രീതിയിൽ ക്ലാസ്സസ് തന്നെ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഏപ്രിൽ മുഴുവനും 1 month ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓൺലൈനാണ്, 1.5 hours, രാത്രി 8 മണി തുടങ്ങി 9:30 വരെ. PG ക്ലാസ് മാറ്റേണ്ടി വരും ആ ടൈമിൽ. വേറൊരു മാർഗ്ഗമില്ല. കാരണം വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യണത് കുട്ടികളുടെ ഇടയിലാണല്ലോ. ഞാനത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്കത് പറഞ്ഞു തരാൻ പറ്റും. ഞാനൊരാള് ആ കംപ്ലീറ്റ് റിസോഴ്സസ് എടുത്തിട്ട്, എന്റെ കൂടെ ഞങ്ങൾ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് കുറച്ച് പേരുണ്ട്, ഞാൻ അവരെയൊക്കെ ആദ്യം പറയും. ഞങ്ങൾ എല്ലാവരും പല പല കോഴ്സസ് ചെയ്യും. എന്നിട്ട് ഓരോന്ന് പഠിച്ചത് ഞങ്ങൾ എല്ലാവരും കൂടെ പരസ്പരം റെസിപ്രോക്കൽ ഹെൽപ്പ്. മോണ്ടിസോറി മെത്തേഡ് അതാണല്ലോ. അല്ലാണ്ട് ഞാൻ പഠിച്ചത് ഞാൻ മാത്രം അറിഞ്ഞാൽ മതി, വേറൊരാൾ അറിയണ്ടെന്നുള്ളതല്ല. അത് പറഞ്ഞു തരും. അപ്പോൾ എനിക്ക് മോണ്ടിസോറിയുടെ ക്ലാസ്സസ് എടുക്കുമ്പോൾ ഐ ക്യാൻ ഗീവ് യു കോഴ്സ്. പറയാം എന്താണ് നിങ്ങളുടെ PG, ഇപ്പോഴത്തെ PG ഒന്നും കഴിയാതെ നെക്സ്റ്റ് ബാച്ചിന്റെ പറയാൻ പറ്റില്ല. PG മിക്കവാറും പകരത്തേക്ക് ആക്കും. പിന്നെ ഞാൻ ആകെ ഫ്രീ ആയിട്ടുള്ളത് വെനസ്ഡേ നൈറ്റ് മാത്രമേ ഉള്ളൂ. ഒരു ക്ലാസ് വേണമെങ്കിൽ അപ്പോൾ ആ ഒരു രീതി. എപ്പോഴായിരിക്കും മാമിന് തുടങ്ങുന്നത് PG? ഒരു ഊഹം വെച്ചിട്ട്. നിങ്ങളുടെ മോഡ്യൂൾ 1 തീരുമ്പോഴേ PG സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ. മോഡ്യൂൾ 1 എന്ന് പറയുമ്പോൾ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ അല്ലേ? അത് മോഡ്യൂൾ 1 പാർട്ട് 1 അല്ലേ? 4 പാർട്സ് അല്ലേ? ശരി ശരി. തീരുമ്പോഴാണ് നമ്മൾ 1 മാസം കൂടെ കഴിയും അല്ലേ മാം? 1-2 മാസം കൂടെ എടുക്കും. ഓക്കെ ഓക്കെ. അപ്പൊ ആ രീതിയിലൊക്കെ ഇങ്ങനെ പോകുന്നു. അപ്പൊ നല്ല തിരക്കാ, നല്ല ഓട്ടത്തില്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ ബൈ. പിന്നെ മോള് ഹോസ്റ്റലിൽ നിന്ന് തിരിച്ചെത്താറായി, 25th എത്തും. പിന്നെ അപ്പം അവള് പറഞ്ഞിട്ടുണ്ട് കിച്ചൺ ഏറ്റെടുത്തോളാന്ന്. ഞാൻ അതിൽ നിന്ന് ഞാൻ ഫ്രീ ആവുമെന്ന് എനിക്ക് അറിയില്ല. മോൾ എന്താ പഠിക്കണത് മാം? പ്ലസ് ടു. ഓക്കെ ഓക്കെ. അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ ബൈ. മോന് നാളെ തുടങ്ങി പരീക്ഷ തുടങ്ങും. ഇന്ന് ക്ലാസ് ഇല്ല, അത് വീട്ടിലുണ്ട്. മോനെ ഏത് ക്ലാസ്സിലാ മാം? 8ാം ക്ലാസ്സില്. മാമിന് 2 കുട്ടികളാണോ? ഓക്കെ എന്ന് ഞാൻ ലീവ് ചെയ്തോട്ടെ.
ഓക്കെ താങ്ക് യു മാം. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു മാം. അവിടെ മഴ ഉണ്ടോ മാം? ഇന്നലെ പെയ്തു, പക്ഷെ ഇന്നലെ ഞാൻ യാത്രയിലായിരുന്നു, ഞാൻ കാഞ്ഞിരപ്പള്ളി ആയിരുന്നു. അപ്പൊ ഞാൻ മഴ പെയ്യുന്നൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ ഇവിടെ എത്തിയപ്പോഴേക്കും നല്ലപോലെ പെയ്തിട്ടുണ്ടായിരുന്നു. 9 മണിയായി രാത്രി ഇവിടെ എത്തിയപ്പോ. മോളുടെ അടുത്ത് പോയതാ, അവളെ ഡെന്റിസ്റ്റ് അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് അവളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയതായിരുന്നു. തിരിച്ചു വരുമ്പോ ഇങ്ങനെ മഴക്കാറൊക്കെ ഇങ്ങനെ കാണാം. എവിടേക്കോ എത്തിയപ്പോ മഴ അവിടെ കഴിഞ്ഞു. അപ്പൊ ഒരു മഴയും ഞാൻ കണ്ടില്ല ഇന്നലെ. വീട്ടിൽ വന്നപ്പോഴും ഇവിടെയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ ആനിമൽ സോങ് ഉണ്ടല്ലോ, റൈം, അതില് ഇപ്പൊ ഒരു ആനിമലിനെ സ്പെസിഫൈ ചെയ്തിട്ട് ചെയ്തൂടെ? ചെയ്യാം, അതെങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. തീം അതായിരിക്കണമെന്നേ ഉള്ളൂ. ഈ വീട്ടിലൊരു പെറ്റ് ഉണ്ടോ, അതിനെ വെച്ചിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അങ്ങനെയും ചെയ്യാം. നമ്മൾ അതിനോടൊക്കെ ചെയ്യുന്ന കാര്യങ്ങള്, കൊടുക്കുന്ന ഭക്ഷണം, അങ്ങനെ നിങ്ങൾക്ക് പേഴ്സണലൈസ് ചെയ്ത് ചെയ്യാം. അതും കുഴപ്പമില്ല. സ്റ്റോറീസിന്റെ കൂടെ പറഞ്ഞു കഴിയുമ്പോൾ നല്ലൊരു ഐഡിയ കിട്ടും. അപ്പൊ നമുക്ക് കണക്ട് ചെയ്ത് പലതും റൈംസും സ്റ്റോറിയും, അത് നല്ലൊരു ഐഡിയ ആയിരിക്കും കിട്ടും. പേജൊക്കെ ഡിസൈൻ ചെയ്ത് ആദ്യത്തെ ബാച്ചിലെ പിള്ളേരൊക്കെ ചെയ്തിട്ടുണ്ട്. വരയ്ക്കാനൊക്കെ അറിയുന്നവരെ പേജൊക്കെ ഇങ്ങനെ സൈഡിലൂടെ ഫ്ലവേഴ്സ് ഒക്കെ വരച്ച് പേജ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ ഞാൻ പറയണില്ല, ബട്ട് അവരങ്ങനെ ചെയ്തു. കണ്ടപ്പോ ഞാനങ്ങനെ വരച്ച് ചെറുതായിട്ടൊന്ന് കൊളായി. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആകെ മൊത്തം പേജൊക്കെ ഇങ്ങനെ പൂത്തുലഞ്ഞ് പുഷ്പിച്ച് നിൽക്കുന്നതായിട്ട് കുഴപ്പമില്ലായിരുന്നു. 10th പഠിക്കുമ്പോ അസൈൻമെന്റ് ഒക്കെ അങ്ങനെ ചെയ്യായിരുന്നു, ബോർഡർ ഫുള്ള് ഫ്ലവേഴ്സ് ഒക്കെ വരച്ച്. ഇപ്പോഴെന്തായാലും നമുക്ക് സമയമുണ്ട്. ഇപ്പൊ നമുക്ക് അതിനുള്ളൊരു സമയം അതിനു വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുമായിരിക്കും. എനിക്കൊന്നും അതൊക്കെ ഒട്ടും പറ്റില്ലായിരുന്നു. ഞാൻ ഇറങ്ങാണ് കേട്ടോ. ബൈ. കുറേ മെസ്സേജും കോളും വന്ന് കിടക്കുന്നുണ്ട്. ക്ലാസ്സിന്റെ ഇടയ്ക്ക് അതിന്റെ ഇടയ്ക്ക് അതൊക്കെ